السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തെ പടക്കുകയും നരകത്തെ സൃഷ്ടിക്കുകയും എന്നിട്ട് ആ സ്വർഗത്തിലേക്കും നരകത്തിലേക്കുമുള്ള മനുഷ്യരെയും അല്ലാഹു തീരുമാനിച്ചു. അത് അല്ലാഹുവിന്റെ ഇൽമാണ്, അറിവാണ്. മനുഷ്യനെ സ്വതന്ത്രനായി അമലുകൾ ചെയ്യാൻ അല്ലാഹു ഭൂമിയിലേക്ക് അയക്കുമ്പോഴും അല്ലാഹുവിന്റെ തീരുമാനം മുൻകടന്നിട്ടുണ്ട് ഓരോരുത്തരുടെ വിഷയത്തിൽ. അല്ലെ, നമ്മൾ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സഈദാണോ ഷഖീയാണോ എന്നുള്ളത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ നാളെ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്നുള്ളത് രേഖയാണ് നമ്മുടെ എല്ലാവരുടെയും വിഷയത്തിൽ. സഹാബാക്കൾ ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, നബിയെ നമ്മൾ അമൽ ചെയ്യുന്നത് എന്തിനാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എല്ലാ എളുപ്പമുള്ളതും നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്. അതായത് അല്ലാഹു ഏതൊരു കാര്യമാണോ നമ്മളുടെ വിഷയത്തിൽ തീരുമാനിച്ചത്, അത് ആ അടിസ്ഥാനത്തിൽ നമ്മളെ കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുകയല്ല, മറിച്ച് നമുക്ക് നൽകിയ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും എന്ന് അല്ലാഹുവിന് അറിയാം. ആ അറിവിനെയാണ് അല്ലാഹു അവിടെ തീരുമാനിച്ചത്. ആ അറിവിനെയാണ് അല്ലാഹു അവിടെ രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ജിന്നുകളെയും മനുഷ്യരെയും അല്ലാഹു പഠിച്ചു. അതിന്റെ കൂടെ ഈ ഭൂമിയിൽ മനുഷ്യനെ ഫിത്നയിലാക്കുന്ന, മനുഷ്യനെ തിന്മയിലേക്ക് എത്തിക്കുന്ന, നരകത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരുപാട് ഫിത്നകളെയും അല്ലാഹു ഭൂമിയിൽ പഠിച്ചു. പരീക്ഷണമാണ്, നമുക്കറിയാം. നമ്മൾ പറഞ്ഞു ഭൂമി പരീക്ഷണമാണ്. അല്ലാതെ നന്മ മാത്രമുള്ള ഒരു ലോകത്ത് ജീവിക്കാൻ അയക്കുക, എന്നിട്ട് നന്മ മാത്രം ചെയ്യുക, എന്നിട്ട് സ്വർഗം അല്ല. നന്മയും തിന്മയുമുള്ള ലോകം. ആ ലോകത്ത് മനുഷ്യർക്ക് നന്മയെയും തിന്മയെയും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള പക്വതയും പാകതയും നൽകുക, എന്നിട്ട് അതിൽ നിന്നും നന്മയെയും തിന്മയെയും വേർതിരിച്ച് മനസ്സിലാക്കി അതിൽ നിന്നും തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുക, എന്നിട്ട് മനുഷ്യൻ അതിൽ നിന്നും തെരഞ്ഞെടുക്കുക, എന്നിട്ട് ആ തെരഞ്ഞെടുത്തവരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലതിനെ തെരഞ്ഞെടുത്തവർ, ഏറ്റവും കൂടുതൽ നന്മ ചെയ്തവർ, അവർക്ക് സ്വർഗം. അതാണ് നല്ലൊരു രീതി, അല്ലെ? നമ്മുടെ മനുഷ്യന്റെ അവസ്ഥ അതല്ലേ? നമ്മുടെ എക്സാമുകളും അങ്ങനെയാണ്, അല്ലെ? അല്ലാതെ ശരിയുത്തരം മാത്രം മനസ്സിലാക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ എന്തൊക്കെയാണോ എക്സാമിന് ചോദ്യം വരിക, ആ ചോദ്യം കറക്റ്റ് എല്ലാം പറഞ്ഞു കൊടുക്കുക, അതിന്റെ ഉത്തരം മുഴുവനും പറഞ്ഞു കൊടുക്കുക, എന്നിട്ട് എക്സാമിന് ഇരുത്തുക,
ഇന്ന് 10 ചോദ്യം, ഇന്നൊക്കെയാണ് ചോദ്യം, അതിന്റെ ഉത്തരം നിന്നതാണ്, എന്നിട്ട് പറയാം നിങ്ങൾക്ക് എക്സാം ആണ്. എക്സാം അല്ലല്ലോ. അതേ സ്ഥാനത്ത് അവരെ പഠിക്കാൻ വിടുക, എന്നിട്ട് പഠിച്ചതിന് ശേഷം അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതിന് ശേഷം അവരിൽ നിന്നും ടെസ്റ്റ് ചെയ്യുക, ആരൊക്കെ പഠിച്ചു ആ പറഞ്ഞ കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ നന്മയും തിന്മയും ഉണ്ട്. ചിലരൊക്കെ പറഞ്ഞു അള്ളാഹുവിന് എന്തിനാണ് ഭൂമിയിൽ തിന്മ പടക്കേണ്ടത്, നന്മ പടച്ചാൽ പോലെ. എന്തിനാണ് തിന്മകൾ, എന്തിനാണ് മോശമായ അവസ്ഥകൾ, നല്ലത് മാത്രം ചെയ്താൽ പോലെ, എന്നിട്ട് എല്ലാവരും സ്വർഗത്തിലിട്ടാൽ പോലെ. അത് അള്ളാഹുവിന്റെ മാത്രം തീരുമാനമാണ്. അള്ളാഹു അത് തീരുമാനിക്കാൻ യോഗ്യനാണ്. അള്ളാഹുവിനോട് ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല, അല്ലെ? അള്ളാഹു ചോദ്യം ചെയ്യപ്പെടുകയില്ല. യഫ്അലു മാ യശാ, അവൻ ഉദ്ദേശിക്കുന്നത് ചെയ്യുന്നവനാണ്. അപ്പൊ ഭൂമിയിൽ അള്ളാഹു തിന്മയെയും നന്മയെയും പഠിച്ചു മനുഷ്യന്റെ മുമ്പിൽ. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ. മനുഷ്യന് 2 വഴികൾ ഞാൻ കാണിച്ചു കൊടുത്തു. ഒന്നുകിൽ അവൻ നന്ദിയുള്ളവരാവും, അല്ലെങ്കിൽ അവൻ തിന്മയുള്ളവരാവും. ജബരിയാക്കൾ വാദിച്ചു അള്ളാഹു എല്ലാം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാം, മജ്ബൂറൻ, എല്ലാം അള്ളാഹു നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാണ്. അതുകൊണ്ട് നമുക്ക് തെറ്റ് ചെയ്താലും എന്തില്ല, പ്രശ്നമില്ല. ജബരിയാക്കൾ ഒരു വിഭാഗം ആളുകളുണ്ട്, ഇന്നുണ്ട്. പണ്ഡിതന്മാരെ ചോദിച്ചു, ആധുനിക പണ്ഡിതന്മാരോട്, ഇന്നും ജബരിയാക്കളുണ്ടോ? കാരണം ഒരു കാലഘട്ടത്തിൽ ഇവരുടെ ഫിത്നയായിരുന്നു. പണ്ഡിതന്മാർ ഇവരെ നേരിട്ട് ശക്തമായിട്ട്. ആധുനിക പണ്ഡിതന്മാർ പറഞ്ഞു ഇന്നും അവരുടെ ഫിത്നയുണ്ട്, പക്ഷെ പ്രത്യക്ഷത്തിൽ ഒരു പ്രസ്ഥാനമായിട്ട് അവരെ രംഗത്ത് വരുന്നില്ല എന്ന് മാത്രം. പക്ഷെ ഉള്ളിൽ ആ ചിന്താഗതിയുള്ള ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ എന്തിനാണ് തിന്മ ചെയ്യുന്നു, അല്ലെങ്കിൽ ആ തിന്മ നമ്മളെ ഇഷ്ടത്തിൽ ചെയ്യുന്നില്ലല്ലോ, പടച്ചോൻ അങ്ങനെയല്ല തീരുമാനിച്ചത്, ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാനാ? എന്റെ വിഷയത്തിൽ അള്ളാഹു തീരുമാനിച്ചത് അങ്ങനെയൊക്കെയാണ്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ. ജബരീയത്തിന്റെ വാദമാണില്ല. മനുഷ്യൻ നന്മയും തിന്മയുടെയും വിഷയത്തിൽ ഇഖ്തിയാറുള്ളവനാണ്. എന്നാൽ മുഅ്തസിലിയാക്കൾ അവര് വാദിച്ചു അള്ളാഹുവിന് യാതൊരു തീരുമാനവും നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഇല്ല. പൂർണ്ണമായിട്ടും നമ്മൾ സ്വതന്ത്രരാണ്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതിന് അള്ളാഹ്ക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ തീരുമാനമില്ല എന്ന് അവർ വാദിച്ചു. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നന്മയും തിന്മയും തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകി. അവൻ ചെയ്യുന്ന പ്രവൃത്തി അത് നന്മയായാലും തിന്മയായാലും അതിന്റെ മേൽ അല്ലാഹുവിന്റെ തീരുമാനവുമുണ്ട്. അപ്പൊ ചെയ്യുന്ന പ്രവൃത്തി എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന നമ്മളാണ്. അത് നന്മ ചെയ്യണോ തിന്മ ചെയ്യണോ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. നമ്മുടെ മുമ്പിൽ രണ്ടുണ്ട്. അത് ഏത് നമ്മൾ ചെയ്താലും അതിന്റെ മുകളിലും എന്തുണ്ട്? അള്ളാഹുവിന്റെ തീരുമാനമുണ്ട്. അള്ളാഹുവിന്റെ തീരുമാനമില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ തെരഞ്ഞെടുത്ത നന്മയായാലും തിന്മയായാലും നമ്മൾ തെരഞ്ഞെടുത്താണ്. എന്ന് കരുതിയിട്ട് അള്ളാഹുവിന് യാതൊരു മഹത്വമില്ല. തിന്മയായാലും അത് അള്ളാഹുവിന്റെ തീരുമാന പ്രകാരമാണ് നടക്കുന്നത്. ഇതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിഷയത്തിലുള്ള അഖീദ. അതുകൊണ്ട് നമ്മൾ നന്മയെ തേടി പോവുക. നമ്മുടെ വിഷയത്തിൽ അള്ളാഹു തീരുമാനിച്ച തീരുമാനം എന്താണെന്ന് നമുക്കറിയില്ല. നമ്മൾ നന്മയെ തേടി സഞ്ചരിക്കുക. ആ സഞ്ചാരം അത് നന്മയിൽ അവസാനിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വിഷയത്തിൽ അള്ളാഹു തീരുമാനിച്ചത് അതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയിൽ മനുഷ്യർക്ക് അള്ളാഹു ഇട്ടേച്ചു പോയ ഫിത്നകളെ കുറിച്ച് പറഞ്ഞു. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ശക്തമായ ഒരു ഫിത്ന, അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, മാ തറക്തു ബഅദി, എനിക്ക് ശേഷം ഞാൻ ഇട്ടേച്ചു പോകുന്നില്ല, ഫിത്നതൻ, ഒരു ഫിത്നയെ, അദറ അലൽ റിജാലി, പുരുഷന്മാരുടെ മേൽ ഏറ്റവും മോശമായ ഏറ്റവും അപകടകാരിയായ ഒരു ഫിത്നയെ ഞാൻ ഇട്ടേച്ചു പോകുന്നില്ല, മിനൻ നിസാ, സ്ത്രീകളെക്കാൾ. അതായത് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഉപേക്ഷിച്ചു പോകുന്ന അല്ലെങ്കിൽ എനിക്ക് ശേഷം വരാനിരിക്കുന്ന ഫിത്നകളിൽ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഫിത്ന പെണ്ണാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വെച്ചത് അങ്ങനെ തന്നെയാണ്. ഒരു പുരുഷനെ നശിപ്പിക്കാൻ, അവന്റെ നന്മകളെ ഇല്ലാതാക്കാൻ, അവന്റെ നന്മയായ ചിന്തകളെ ഇല്ലാതാക്കാൻ,
അവന്റെ ഭൗതികമായതോ ദീനിയായതോ ആയ മുന്നേറ്റങ്ങൾക്ക് തടയിടാൻ ദുഷിച്ച ഒരു പെണ്ണ് എല്ലില്ലാണ്ടൊക്കെ ഫിത്നയാണ്, പെണ്ണ് ഫിത്നയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അദ്ദുന്യാ ഹുൽവത്തുൻ ഖദിറ, ദുനിയാവ് പച്ചപ്പുള്ളതും മധുരമുള്ളതുമാണ്. അള്ളാഹു നിങ്ങൾക്കത് അധീനപ്പെടുത്തി തന്നിട്ടാണുള്ളത്. നിങ്ങളുടെ കയ്യിലാണ് ഈ ദുനിയാവുള്ളത്. അത് മധുരമുള്ളതും പച്ചപ്പുള്ളതുമാണ്, രസം തോന്നിക്കുന്ന ഒരു സംഗതിയാണ് ദുനിയാവ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇത്തഖുദ്ദുന്യാ, ദുനിയാവിനെ നിങ്ങൾ സൂക്ഷിക്കണം, ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. എന്നിട്ട് പറഞ്ഞു, വത്തഖുന്നിസാ, പെണ്ണുങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ ഡേഞ്ചറാണ്. അത് വേണ്ടതുപോലെ കൈകാര്യം ചെയ്തിട്ടില്ല എങ്കിൽ നമ്മളെ അപകടത്തിലേക്ക് എത്തിക്കും. ഒന്ന് ദുനിയാവ്, ദുനിയാവിന്റെ രസങ്ങൾ, ദുനിയാവിന്റെ അലങ്കാരങ്ങൾ. മനുഷ്യർക്ക് അല്ലാഹു അലങ്കാരമായി, മനുഷ്യർക്ക് അലങ്കാരമാക്കി അല്ലാഹു എന്തൊക്കെയാ? ഇച്ഛകളോടുള്ള ഇഷ്ടം. മിനൻ നിസാഇ വൽ ബനീൻ, സ്ത്രീകളിൽ നിന്നും മക്കളിൽ നിന്നും. മക്കള് അത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം കൗതുകമാണ്, മനുഷ്യന് ഭ്രമാണ്. അവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഒരുങ്ങുന്ന ബാപ്പ, അല്ലെ? മക്കൾക്ക് വേണ്ടി എന്തിനും ഇറങ്ങുന്ന ഉമ്മ, അല്ലെ? നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുക, മോനെ പോറ്റാൻ ഉമ്മ എന്തിനും തയ്യാർ, മക്കളെ വളർത്താൻ ബാപ്പ എന്തിനും തയ്യാർ. അത് എങ്ങനെ സമ്പാദിക്കാനും ബാപ്പ തയ്യാറാണ്, എങ്ങനെ സമ്പാദിക്കാനും ഉമ്മ തയ്യാറാണ് എന്ന് പറഞ്ഞതാണ്. സ്ത്രീകൾ അത് ഫിത്നയാണ്. എങ്ങനെയാണ് സ്ത്രീകൾ ഫിത്നയാകുന്നത്? ഹറാമായ സ്ത്രീ ബന്ധങ്ങൾ അത് മനുഷ്യനെ നശിപ്പിക്കും, മനുഷ്യനെ നശിപ്പിക്കും, പുരുഷനെ നശിപ്പിക്കും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ കുറിച്ച് പറഞ്ഞു, ഖുലിഖൽ ഇൻസാനു ദഈഫ, മനുഷ്യൻ ദുർബലനായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്. മനുഷ്യൻ ദുർബലനായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാര് പറഞ്ഞു, മനുഷ്യൻ ദുർബലനായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് പറഞ്ഞത് ഫിന്നിസാ, സ്ത്രീകളുടെ വിഷയത്തിൽ ദുർബലനാണ്. ആണുങ്ങളെ കുറിച്ചാണ് അത് പറഞ്ഞത്, അത് സ്ത്രീകളുടെ വിഷയത്തിലാണ് പറഞ്ഞത്. സ്ത്രീകളുടെ വിഷയത്തിൽ പുരുഷൻ ദുർബലനാണ്. അവൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു ഹദീസിൽ പറഞ്ഞു, സ്ത്രീയുടെ മുമ്പും പിറകും ശൈത്താനാണ്, മുന്നും പിറകും ശൈത്താനാണ്. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം. ശക്തമായ താക്കീതുകളാണ് സ്ത്രീയുടെ വിഷയത്തിൽ. അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് ഹിജാബ് അള്ളാഹു നിർബന്ധമാക്കിയത്. പുരുഷൻ നശിക്കും സ്ത്രീയാൽ, പുരുഷൻ നശിക്കും സ്ത്രീയാൽ. എത്ര 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 നല്ല നല്ല മനുഷ്യന്മാർ മോശമായ സ്ത്രീകളുടെ കൂട്ടുകെട്ട് കാരണം നശിച്ചുപോയി. അവൻ സ്നേഹിച്ച, അവൻ പ്രണയിച്ച പെണ്ണിന് വേണ്ടി അവന്റെ ഉറ്റവരെയും ഉടവരെയും ഒഴിവാക്കിപ്പോയ എത്ര എത്ര പുരുഷന്മാർ, ഉത്തരവാദിത്തങ്ങളെ മറന്നുപോയ എത്ര പുരുഷന്മാർ, മതം മാറിയ എത്ര പുരുഷന്മാർ. പെണ്ണ് നശിപ്പിക്കും, പെണ്ണ് നശിപ്പിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പുറത്തുനിന്ന് ഓടി വന്നു വീട്ടിലേക്ക്, സൈനബ് റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കലേക്ക്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിലേക്ക് കയറി വന്നു. എന്നിട്ട് മിമ്പറിൽ കയറിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ വെളിയിൽ നിന്ന് സ്ത്രീകളെ കാണുകയാണ് എങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ നിങ്ങളുടെ ഭാര്യമാരുടെ അടുക്കിലേക്ക് വരിക. സ്ത്രീകളെ കണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുകയാണ്, നിങ്ങൾ ഉടനെ തന്നെ നിങ്ങളുടെ ഭാര്യമാരുടെ അടുക്കിലേക്ക് വരിക. പുറത്തുള്ള സ്ത്രീക്ക് എന്താണോ ഉള്ളത് അതെല്ലാം നിങ്ങളുടെ ഭാര്യക്കുണ്ട്. എന്നിട്ട് അല്ലാഹു റസൂൽ പറഞ്ഞു, മനുഷ്യന്റെ നാഡി നരമ്പിലൂടെ ശൈത്താൻ സഞ്ചരിക്കുന്നുണ്ട്. ഇതൊക്കെ അല്ലാഹു റസൂൽ പഠിപ്പിക്കണ്ടേ? എന്നിട്ട് ചിലര് പറയും, ഇത് അല്ലാഹു റസൂലിന്റെ റോഷാക്കലല്ലേ. ഇതൊക്കെ പഠിപ്പിക്കാൻ ഒരു നേതാവ് വേണ്ടേ? ഒരു ഉസ്താദ് വേണ്ടേ? ഒരു ഗുരുനാഥൻ വേണ്ടേ? അതായത് സ്ത്രീകളിൽ നിങ്ങൾക്ക് എന്ത് തോന്നിയാലും നിങ്ങൾ ഭാര്യമാരുടെ അടുക്കിലേക്ക് വരിക, അവരുടെ അടുത്തല്ലുണ്ട്. ഹറാമിലേക്ക് നിങ്ങൾ ചിന്തിക്കരുതെന്ന് പറഞ്ഞു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത്തെ നോട്ടം അത് സ്വാഭാവിക നോട്ടമാണ്. രണ്ടാമത്തെ നോട്ടം അത് ഹറാമാണ്, അത് ശൈത്താന്റെ നോട്ടമാണ് എന്ന് പഠിപ്പിച്ചു ഇസ്ലാം. സ്ത്രീ ഫിത്നയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ പറഞ്ഞ ഹദീസിന്റെ വാക്യമായിട്ട് പറഞ്ഞു, ഇന്ന അവ്വല ഫിത്നത ബനി ഇസ്രായീല കാനത് ഫി നിസാ,
ബനി ഇസ്രായീലിന് ആദ്യമുണ്ടായ പരീക്ഷണം അത് സ്ത്രീയുടെ വിഷയത്തിലാണ്, പെണ്ണിന്റെ വിഷയത്തിലാണ്. അല്ലാഹു ആദ്യം പരീക്ഷിച്ചത് അത് പെണ്ണിന്റെ വിഷയത്തിലാണ്. ഹറാമായ ബന്ധങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു ഹദീസിൽ പറഞ്ഞു, ഒരിക്കലും തന്നെ നിങ്ങൾ ഒരു അന്യ സ്ത്രീയുമായിട്ട് ഒറ്റക്കാവരുത്, മൂന്നാമനായിട്ട് ശൈത്താൻ ഇല്ലാതെ ആ സന്ദർഭം ഉണ്ടാകൂല. മൂന്നാമനായിട്ട് ശൈത്താൻ ഇല്ലാതെ ആ സന്ദർഭം ഉണ്ടാവൂല. അപ്പം അന്യപുരുഷന്മാർ അന്യ സ്ത്രീയുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും സംസാരിക്കുന്ന രീതി ഉണ്ടായാൽ മൂന്നാമതായിട്ട് അവിടെ ശൈത്താൻ ഉറപ്പാണ്. ഒരു സംശയമില്ല. ചിലർ പറയുമ്പോ അങ്ങനെയൊന്നുമില്ല, അത് നമ്മൾ നല്ല കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. എങ്ങനെ നല്ല കാര്യങ്ങളാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നല്ല ചാറ്റാണ്, അല്ലെങ്കിൽ നല്ല വിഷയമാണ് നമ്മൾ കൈകാര്യം ചെയ്യാറ്? ഇല്ല, ശൈത്താൻ ഉറപ്പാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ നബിയുടെ ഭാര്യ സഫിയ റളിയല്ലാഹു അൻഹയുമായിട്ട് നടന്നു വരികയാണ്. ആ സമയത്ത് മറുഭാഗത്ത് രണ്ട് സഹാബാക്കൾ നടന്നു വരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ രണ്ട് സഹാബാക്കളെയും വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതെന്റെ ഭാര്യ സഫിയയാണ്. സഹാബാക്കൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, നബിയെ നമ്മളൊന്നും ചിന്തിച്ചിട്ടില്ല. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മനുഷ്യന്റെ രക്തധമനികളിലൂടെ സഞ്ചരിക്കുന്നവനാണ് ശൈത്താൻ. അതായത് അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഒരു സ്ത്രീ നടന്നു വരുന്നുണ്ട്. സഹാബാക്കൾ അത് കാണുകയും ചെയ്തു. അവരുടെ മനസ്സിൽ അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് എന്ത് മോശ ചിന്തയും ശൈത്താൻ ഉണ്ടാക്കി കൊടുക്കാം. ഇതിൽ നിന്ന് പണ്ഡിതന്മാർ തെളിവ് പറഞ്ഞു, നമ്മളുടെ കൂടെ ആരാണുള്ളത് എന്ന് നമുക്ക് ചുറ്റുമുള്ളവരോട് അറിയിക്കണം. എന്റെ ഭാര്യയാണ്, എന്റെ ഉമ്മയാണ്, എന്റെ പെങ്ങളാണ്, അല്ലെങ്കിൽ എന്താ പറയാ, അപ്പുറം പോയിട്ട് ആരോ കൂടെ നടക്കുന്നുണ്ട്, കണ്ടിട്ട് ഭാര്യ തോന്നില്ല, വെറുതെ പറയാ, കണ്ടിട്ട് ഭാര്യയല്ല വേറെന്തോ അല്ലെ സെറ്റപ്പ് മനുഷ്യന്മാര് പറയുന്നതാ. ഷെയ്ത്താനാണ്, ഷെയ്ത്താൻ ഉണ്ടാക്കും. നല്ല ഒരു മനുഷ്യനെ കുറിച്ച് ഷെയ്ത്താൻ മനസ്സിലുണ്ടാക്കുന്നതാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ വിഷയത്തിൽ സഹാബാക്കൾ അങ്ങനെ ചിന്തിക്കുന്നത് അല്ലാഹു റസൂൽ ഭയന്നു. എന്നിട്ടതാ ഒരിക്കലും സഹാബാക്കൾ അല്ലാഹു റസൂൽ ചിന്തിക്കൂല. പക്ഷേ ഷെയ്ത്താൻ നാഡി നരമ്പിലൂടെ സഞ്ചരിക്കുന്നു. പലതും തോന്നിപ്പിക്കുക അല്ലെ, എന്തൊക്കെ വിഷയത്തിൽ തോന്നിപ്പിക്കുന്നുണ്ട്. ആരുടെയെങ്കിലും കൂടെ കണ്ടാൽ, എന്തെങ്കിലും പറയുന്നത് കണ്ടാൽ അല്ലെ, മനുഷ്യൻ നമ്മുടെ മനസ്സിൽ എന്തായിരിക്കും, ഇന്നതായിരിക്കാം, ഇന്നതാവാൻ സാധ്യതയുണ്ട്. നമ്മുടെ വ്യാഖ്യാനങ്ങൾ എന്തൊക്കെ സംഭവിച്ചു ദുനിയാവിൽ അല്ലെ. രണ്ടാൾക്കാരെ പറയുന്നിട്ട് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ തന്നെ എന്നെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് തോന്നുന്നു അല്ലെ. ഒരാവശ്യമില്ല അങ്ങനെ ചിന്തിക്കേണ്ടത്. പക്ഷെ ശൈത്താൻ അത് ചിന്തിപ്പിക്കാം. എന്നെ കുറിച്ച് പറയാൻ അവനാ സാധ്യത, ഓൻ എന്നെ കുറിച്ചേ പറയൂ. അങ്ങനെ ശൈത്താൻ ഇടപെടും. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ എനിക്ക് ശേഷം നിങ്ങളിൽ ഉപേക്ഷിക്കുന്ന ഫിത്ന അത് സ്ത്രീയാണ്. സ്ത്രീ പറഞ്ഞത് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ സുലൈഖാക്ക് വല്ലാത്ത മോഹം. അവിടെയാണ് നമ്മൾ ഉള്ളത് അല്ലെ. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ എവിടെയാണ് നമ്മൾ ഉള്ളത്? യൂസുഫ് നബിയോട് സുലൈഖാക്ക് വല്ലാത്ത മോഹം. അത് പരിശുദ്ധ ഖുർആൻ സ്ത്രീകളുടെ ഫിത്ന പഠിപ്പിക്കാം. സ്ത്രീ പുരുഷനെ വശീകരിക്കും. അവന്റെ സമ്പത്തിലാവാം, അല്ലെങ്കിൽ അവന്റെ മറ്റെന്തെങ്കിലും നേട്ടത്തിലാവാം. അവനെ നശിപ്പിച്ചതിന് ശേഷം അവൾ മടങ്ങും. നല്ല സ്ത്രീ ഒഴികെ. നല്ല സ്ത്രീ എന്ന് പറഞ്ഞാൽ അത് ഭാര്യയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടം രണ്ട് കാര്യങ്ങളെന്നാണ് റസൂൽ പറഞ്ഞു. ഒന്ന്, ഖുർറത്തു ഐനി ഫിസ്സലാ, എന്റെ കണ്ണിന്റെ കുളിർമ അത് നമസ്കാരത്തിലാണ്. രണ്ടാമതായിട്ട് അല്ലാഹു റസൂൽ പറഞ്ഞു, അന്നിസാ, സ്ത്രീകളാണ്, അതായത് ഭാര്യമാരാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരാണ്. കാരണം വിവാഹം എന്നുള്ളത് ഒരു മനുഷ്യന്റെ തഖ്വയുടെ പകുതിയാണ്, ഈമാനിന്റെ പകുതിയാണ്. കല്യാണം കഴിക്കലോടുകൂടി അവന്റെ പകുതി ഈമാൻ ശരിയായി, ബാക്കിയുള്ളത് അവൻ നോക്കിയാൽ മതി. അവന്റെ തിന്മയിൽ നിന്നും തടയാൻ, അവന്റെ വികാരങ്ങളിൽ നിന്നും തടയാൻ. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ മഅശറ ശബാബ്, ഓ യുവാക്കളെ, മനിസ്തതാഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ്, നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും വിവാഹം ചെയ്യാനുള്ള ശേഷിയുണ്ടോ, ഫല്യതസവ്വജ്, അവൻ വിവാഹം ചെയ്യട്ടെ. അത്
നിങ്ങൾക്ക് സൂക്ഷ്മതയാണെന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന് സുലൈഖ ആഗ്രഹിച്ചപ്പോൾ യൂസുഫ് നബി ഓടി. നമ്മളത് പറഞ്ഞു. അങ്ങനെ അസീസിന്റെ മുമ്പിൽ ഇവർ വന്ന് പെട്ടു. അസീസിന്റെ മുന്നിലാണ് ഇവർ വന്ന് വീണത്. രണ്ടുപേരും വന്ന് വീണു അസീസിന്റെ മുമ്പിൽ. ഡോറ് തുറന്ന്, അവസാനത്തെ ഡോറ് തുറന്ന് അസീസിന്റെ മുമ്പിൽ വീണു. ഉടനെ തന്നെ സുലൈഖ എഴുന്നേറ്റിട്ട് പറഞ്ഞു, നോക്കിയേ, നിങ്ങളുടെ ഭാര്യയുമായിട്ട് മോശമായിട്ട് ചിന്തിച്ചു ഇവന് ശക്തമായ ശിക്ഷ കൊടുക്കണം. ജയിൽവാസമോ അല്ലെങ്കിൽ കഠിനമായ ശിക്ഷയോ യൂസുഫിന് കൊടുക്കണം. ആ സമയം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഞാനല്ല, ഈ സ്ത്രീയാണ് എന്നെ ഉപദ്രവിക്കാൻ വേണ്ടി വന്നത്, എന്നെ വശീകരിക്കാൻ വേണ്ടി വന്നത്. ആ സമയത്ത് ഒരു ഷാഹിദ് സാക്ഷി പറഞ്ഞു കുടുംബത്തിൽ നിന്ന്. പണ്ഡിതന്മാര് ആരാണ് ആ സാക്ഷി എന്നതിനെ വിശദീകരിക്കുന്നുണ്ട്. അതായത് പ്രശ്നം നടക്കുകയാണ്, കൊട്ടാരത്ത് പ്രശ്നം നടക്കുകയാണ്. സുലൈഖ പറഞ്ഞു യൂസുഫിനെ മോശമാക്കി എന്റെ അടുത്തേക്ക് യൂസുഫ് വന്നതാണ്. യൂസുഫ് പറഞ്ഞില്ല, ഞാൻ ചെയ്തിട്ടല്ല, എന്നാ ചെയ്യില്ല, ഇവരാണ് വന്നത്, ആരും കണ്ടിട്ടുമില്ല ഒന്നും. ആ സമയത്ത് ഒരു സാക്ഷി സംസാരിച്ചു. എന്താണ് സംസാരിച്ചത്? സാക്ഷി പറഞ്ഞു, ഇൻ കാന ഖമീസുഹു ഖുദ്ദ മിൻ ഖുബുലിൻ, യൂസുഫിന്റെ വസ്ത്രം അത് കീറിയത് ഖുദ്ദ മിൻ ഖുബുലിൻ, മുൻഭാഗത്ത് നിന്നാണെങ്കിൽ, മുമ്പിലാണ് യൂസുഫിന്റെ ഡ്രസ് കീറിയിട്ടുള്ളത് എങ്കിൽ ഫസദഖത്, സുലൈഖ പറഞ്ഞത് സത്യമാണ്. വഹുവ മിനൽ കാദിബീൻ, യൂസുഫ് കള്ളനാണ്. അതായത് മുമ്പിൽ നാ കീറിയിട്ടുള്ളത് എങ്കിൽ ആ പെണ്ണ് പറഞ്ഞ് ശരിയായിരിക്കും. യൂസുഫ് ആ പെണ്ണിനെ പിടിക്കാൻ പോയപ്പോഴാണ് മുമ്പ് കീറിയത്. ഇനി യൂസുഫിന്റെ ഖമീസ് കീറിയത് ഖുദ്ദ മിൻ ദുബുരിൻ, പിറകിൽ നിന്നാണ് കീറിയിട്ടുള്ളത് എങ്കിൽ ഫകദബത്, ഇവൾ സുലൈഖ കള്ളത്തിയാണ്. വഹുവ മിനസ് സാദിഖീൻ, യൂസുഫ് പറഞ്ഞതാണ് സത്യം. അങ്ങനെ ടെസ്റ്റ് ചെയ്താൽ മതി എന്ന് ഷാഹിദ് പറഞ്ഞു. ആ സദസ്സിൽ ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു. ഇത് ആരാണ് എന്ന വിഷയത്തിൽ മുഫസ്സിരീങ്ങൾ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ പറഞ്ഞു. ചിലര് പറഞ്ഞു വലിയ ആളാണ്, ആ കൂട്ടത്തിലുള്ള വലിയ ആളാണ്. ചിലർ പറഞ്ഞു സുലൈഖയുടെ അമ്മിന്റെ മകനാണ്, ഇളയപ്പ മൂത്താപ്പയുടെ മകനാണ് എന്ന് പറഞ്ഞു. ചിലര് പറഞ്ഞു ആ കൊട്ടാരത്തിലുള്ള ഒരു പരിചാരകനാണ്. എന്നാൽ സഹീഹായ അഭിപ്രായം ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് അബ്ബാസ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നുണ്ട്. 4 ആളുകളാണ് തൊട്ടിലിൽ നിന്ന് സംസാരിച്ചവർ. തൊട്ടിലിൽ നിന്ന് സംസാരിച്ച കുഞ്ഞ് 4 പേരാണ്. 1 ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം, 2 ജുറൈജിന്റെ മകൻ, ജുറൈജിന്റെ മകനല്ല, ജുറൈജിന്റെ സംഭവം, ജുറൈജ് എന്ന് പറയുന്ന ഒരു ആബിദിന്റെ സംഭവം, അതിൽ കുട്ടി സംസാരിച്ചിട്ടുണ്ട്. 3ാമത്തേത് ഇബ്നത്തു ഫിർഔൻ, ഇബ്നു മാഷിത, മാഷിത എന്ന് പറയുന്ന സ്ത്രീയുടെ മകൻ. 4ാമത്തേത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറഞ്ഞത് ഷാഹിദ് യൂസുഫ്, യൂസുഫ് നബിയുടെ ഷാഹിദ്. അതായത് ആ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന ഒരു പരിചാരികയുടെ കയ്യിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നു, പാല് കുടിക്കുന്ന സംസാരിക്കാനാവാത്ത കുഞ്ഞുണ്ടായിരുന്നു കയ്യിൽ. ആ കുഞ്ഞാണ് ഇത് സംസാരിച്ചത് എന്നാണ് സ്വഹീഹായ റിപ്പോർട്ട്. ആ കുഞ്ഞ് അത്ഭുതകരമായിട്ട് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന് വേണ്ടി സംസാരിച്ചു. ഈ 4 പേരാണ് കുഞ്ഞായിരിക്കെ തൊട്ടിലുള്ള സമയത്ത് സംസാരിച്ചത്. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ടിലുള്ള സമയത്താണ് പറഞ്ഞത്, ഖാല ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. ആതാനിയൽ കിതാബ്, എനിക്ക് അല്ലാഹു കിതാബ് നൽകപ്പെടും എന്ന രൂപത്തിൽ ഞാൻ സംസാരിച്ചത് ഈസാ നബിയാണ്. ജുറൈജിന്റെ സംഭവം, ജുറൈജ് ആബിദായിരുന്നു, ഇബാദത്തുകളൊക്കെ ചെയ്തൊരു കുടില് കെട്ടിയിട്ട് അവിടെ ഇബാദത്തുകൾ ചെയ്ത് കൂടുതൽ മനുഷ്യനായിരുന്നു. എപ്പോഴും നിസ്കാരം, എപ്പോഴും ഇബാദത്ത്. അങ്ങനെ ഒരിക്കൽ ഉമ്മ വന്ന് വിളിച്ചു. ആ വിളി മകൻ ജുറൈജ് കേട്ടില്ല. കാരണം നിസ്കരിക്കാണ്, സുന്നത്ത് നിസ്കാരമാണ്. സുന്നത്ത് നിസ്കാരത്തിൽ ഉപ്പയും ഉമ്മയും വിളിച്ചാൽ കൈയിളക്കിയിട്ട് പോകണം. അത് ഉപ്പാൻ്റെ സ്ഥാനാണ്. ഫർദിലൊഴികെ നമ്മളെ സുന്നത്ത് നിസ്കരിക്കാണ്, ഉപ്പാരെ ഫോണ് കാണുന്നുണ്ട്, കൈയിളക്കണം, ഉപ്പാന്റെ വിളി ഫോൺ എടുക്കണം.
അല്ലെങ്കിൽ ഉമ്മ വിളിക്കാണ് വീട്ടിൽ നിന്ന്, നമ്മുടെ റൂം നിസ്കരിക്കാണ്, സുന്നത്താണ്, കൈ വെക്കണം. സുന്നത്ത് നിസ്കാരത്തെക്കാൾ നിർബന്ധമാണ് ഉമ്മാന്റെ വിളി കേൾക്കാൻ, ഉപ്പാന്റെ വിളിക്ക് ഉത്തരം നൽകാൻ. ജുറൈജ് വിളി കേട്ടില്ല, നമുക്ക് വിളി കേട്ടിട്ടുണ്ട്, പക്ഷെ നിസ്കാരത്തിലായതുകൊണ്ട് ഉത്തരം കൊടുത്തില്ല. അങ്ങനെ ഉമ്മ ഒരുപാട് വിളിച്ചു, പ്രായമുള്ള ഉമ്മ. എന്നിട്ട് ഉമ്മ പറഞ്ഞു, അല്ലാഹുവേ നീ ഇവനെ വഷളാക്കണേ. കാരണം വലിയ സൂഫിയായിട്ട് നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് ആള്. നാട്ടുകാർക്കെല്ലാം ജുറൈജിനെ അറിയാം, ജുറൈജ് നല്ല ഇബാദത്ത് ചെയ്യുന്ന നല്ല ആബിദാണ്. പക്ഷെ ഉമ്മാന്റെ വിളി കേൾക്കാത്തപ്പോ ഉമ്മ പറഞ്ഞു, അല്ലാഹുവേ നീ ഇവനെ വഷളാക്കണേ. അങ്ങനെയാണ് ആ നാട്ടിലുണ്ടായിരുന്ന ഒരു ഗ്രാമീണ ആട്ടിടയത്തിയായ ഒരു പെണ്ണ്, ആ പെണ്ണ് ഗർഭിണിയാകുന്നു. ആ പെണ്ണ് ജുറൈജിന്റെ ഈ കൊടിലിന്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, എന്റെ കുഞ്ഞിന്റെ ബാപ്പ ഇയാളാണ്. നാട്ടുകാരോടിക്കൂടി ആ കുടില് അടിച്ചു പൊളിച്ചു, ആകെ കുഴപ്പമുണ്ടാക്കി. നാട്ടുകാരുടെ മുമ്പിൽ ഇവനാണോ വലിയ സൂഫി, ഇവനാണോ വലിയ ആബിദ് എന്ന് പറഞ്ഞ് ആകെ വഷളായി നാട്ടിൽ. ഉമ്മ അറിഞ്ഞു ഇത്. ഉമ്മ വന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹുവേ ഈ വഷളത്തരത്തിൽ നിന്ന് എന്റെ മോനെ നിരീക്ഷിക്കണേ. ഉമ്മാന്റെ വാക്ക്, ഉമ്മാന്റെ ദുആക്ക് വളരെ കടുപ്പുള്ളതാണ്, വളരെ കടുപ്പുള്ളതാണ് ഉമ്മാന്റെ ദുആ. അല്ലാഹുവേ ഈ വഷളത്തരത്തിൽ നിന്ന് എന്റെ നീ മോനെ രക്ഷിക്കണേ എന്ന് ഉമ്മ തിരിച്ചു ദുആ ചെയ്തു. ആ വയറ്റിൽ നിന്നും പിന്നീട് പ്രസവിച്ചു, ആ സ്ത്രീ പ്രസവിച്ചു. ആ പ്രസവിച്ച കുഞ്ഞുമായിട്ട് വന്നു. ആ കുഞ്ഞ് സംസാരിച്ചു, ഇയാളല്ല എന്റെ ബാപ്പ, എന്റെ ബാപ്പ ഇന്നാലിന്ന ആട്ടിടയനാണ് എന്റെ ബാപ്പ എന്ന് ആ കുഞ്ഞ് സംസാരിച്ചു. അപ്പൊ സംസാരിച്ചില്ല. മറ്റൊന്ന് മാഷിത്താന്റെ മകൻ, വലിയ സംഭവമാണ് അതല്ലേ, വിശാലമായ സംഭവമാണ്. ആ കുഞ്ഞ് സംസാരിച്ചു, ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ ധൈര്യമായിട്ട് തീയിലേക്ക് ചാടിക്കോ, നമുക്ക് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞു. പിന്നൊന്ന് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഷാഹിദാണ്. അപ്പൊ അവളുടെ കുടുംബത്തിൽ നിന്നുള്ള ഒരു ഷാഹിദ് സാക്ഷി പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞ് സംസാരിച്ചു. ഈ കുഞ്ഞാണ് പറഞ്ഞത്, മുമ്പിൽ നിന്നാണ് കീറിയിട്ടുള്ളത് എങ്കിൽ സുലൈഖ പറഞ്ഞത് ശരിയാണ്, അല്ല പിറകിൽ നിന്നാണ് എങ്കിൽ സുലൈഖ കള്ളമാണ് പറഞ്ഞത്. അങ്ങനെ യൂസുഫിന് പിന്നെ ഡ്രസ് ചെക്ക് ചെയ്തു, അത് പിറകിൽ നിന്നാണ് കീറിയിട്ടുള്ളത്. അസീസ് രാജാവ്, സുലൈഖയുടെ ഭർത്താവ് പറഞ്ഞു, ഇന്നഹു മിൻ കൈദികുന്ന, ഇത് തീർച്ചയായിട്ടും ഈ സ്ത്രീകളുടെ കുതന്ത്രമാണ്. ഇന്ന കൈദഹുന്ന അസീം, എന്താ പറയാ, ഇന്ന കൈദഹുന്ന അസീം, അവരുടെ കുതന്ത്രം അത് ഭയാനകമാണ്. സ്ത്രീകളുടെ കുതന്ത്രം കുടുംബത്തെ തകർക്കാൻ, കുടുംബം ഇല്ലാതാക്കാൻ, സ്നേഹത്തെ ഇല്ലാതാക്കാൻ സ്ത്രീകൾ മെനയുന്ന തന്ത്രങ്ങൾ അത് ഭയാനകമാണ്. വീട്ടിനകത്ത് മോശമായ സ്ത്രീകൾ, മോശമായിട്ട് സംസാരിക്കുന്ന സ്ത്രീകൾ, ഫിത്ന പറയുന്ന സ്ത്രീകൾ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ നരകത്തിൽ അധികമായിട്ട് കണ്ടത് സ്ത്രീകളെയാണ്, അധികമായിട്ട് കണ്ടത് സ്ത്രീകളെയാണ്. ചോദിച്ചു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, എന്തുകൊണ്ടാണ് നബിയെ? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, തക്ഫുർനൽ അശീറ, യക്ഫുർനൽ അശീറ, അവർ ഭർത്താക്കന്മാരെ നന്ദി കെട്ടവരാക്കുന്നവരാണ്. അതായത് എല്ലാ നന്മയും ഭർത്താവ് ചെയ്തു കൊടുത്തിട്ടുണ്ടാവും, എല്ലാ നന്മയും ചെയ്തു കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടാക്കിയാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറവ് വരുത്തിയാൽ സ്ത്രീകൾ പറയും, നിങ്ങൾക്ക് ഒരു ഉപകാരം എനിക്ക് കിട്ടിയില്ല. അള്ളാന്റെ റസൂൽ പറയാണ്, ഈ വാക്ക് പെണ്ണ് പറയും. ഭർത്താവ് എല്ലാം കൊടുത്താലും മോശമായ സ്ത്രീ പറയും, നിങ്ങൾ എനിക്ക് എന്താ കിട്ടി, നിങ്ങൾ എനിക്ക് എന്താ ചെയ്തെന്ന്, നിങ്ങൾ ഇത്ര കാലായിട്ട് എനിക്ക് എന്ത് നന്മ ചെയ്ത്, അല്ലെങ്കിൽ എനിക്ക് എന്താ നിങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത് അല്ലെ? ഒരു ഭർത്താവിനോട് ഒരു പെണ്ണ് പറയുന്നതിൽ വെച്ച് ഏറ്റവും മോശമായ വാക്കതാണ്, നിങ്ങൾ എന്താ എനിക്ക് ചെയ്തത് ഇത്ര കാലായിട്ട്. അല്ലാഹു പറയാം. രണ്ടാമതായിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവർ നമീമത്തുമായിട്ട് കറങ്ങുന്നവരാണ്. ഇവിടെ കെട്ടത് അവിടെ, അവിടെ കെട്ടത് അവിടെ, അവിടെ കെട്ടത് അവിടെ, എവിടെ ഇരുന്നാലും എന്തെങ്കിലും ഫിത്നകൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് ആര് പറയാ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇത് സൂക്ഷിക്കാതെ സ്ത്രീക്ക് സ്വർഗമില്ല. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പിറകിൽ നിന്നാണ് കീറിയത് എന്ന് കണ്ടപ്പോ അസീസ് പറഞ്ഞു, ഇത് പെണ്ണിന്റെ കുതന്ത്രമാണ്. എന്നിട്ട് പറഞ്ഞു, യൂസുഫേ ഇത് വിട്ട്, യൂസുഫേ
ഇത് ഒഴിവാക്കി, ഇത് വിട്ടേ. എന്നിട്ട് സുലൈഖാനോട് പറഞ്ഞു, നീ ചെയ്ത തെറ്റിന് നീ ഇസ്തിഗ്ഫാർ ചെയ്തു. ഇന്നകി കുന്തി മിനൽ ഖാതിഈൻ, നീ തെറ്റ് ചെയ്തവരുടെ കൂട്ടത്തിലാണ്. അന്നേരം തന്നെ ബോധ്യപ്പെട്ടു തെറ്റ് ചെയ്തത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അല്ല എന്ന് ഭർത്താവിന് ബോധ്യപ്പെട്ടു. വഖാല നിസ്വത്തുൻ ഫിൽ മദീന, വിഷയം കാട്ടുതീ പോലെ നാട്ടിൽ പാട്ടായി, എല്ലായിടത്തും ചർച്ചയായി. കൊട്ടാരത്തിൽ ഒരുത്തൻ യൂസുഫ് എന്ന് പറയുന്ന ബിരുദാനകം വന്നിട്ടുണ്ട്, യൂസുഫിനോട് സുലൈഖാക്ക് പ്രണയം തോന്നിയിട്ടുണ്ട് എന്നുള്ള വിഷയം ആരാണ്? വഖാല നിസ്വത്തുൻ, പെണ്ണുങ്ങൾ ചർച്ചയാക്കി, എന്താ പറയാ, സ്ത്രീകൾ ചർച്ചയാക്കി. എല്ലാവരും പറയാൻ തുടങ്ങി, മോശമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. ഇംറഅത്തുൽ അസീസി തുറാവിദു ഫതാഹ അൻ നഫ്സി, ആ ചെറുപ്പക്കാരനോട്, യൂസുഫിനോട് സുലൈഖാക്ക് പ്രണയമുണ്ട്. ഖദ് ശഗഫഹാ ഹുബ്ബ, അവര് പറഞ്ഞു പ്രേമമുണ്ട്. ശഗഫ് എന്ന് പറഞ്ഞാൽ അറബിയിൽ ഹുബ്ബുൽ ഖാതിൽ എന്ന് പറയാം, അതായത് ഹൃദയത്തെ മറക്കുന്ന പ്രണയം, അന്ധമായ പ്രണയം, അല്ലെ? അന്ധമായ പ്രണയം. അതല്ല ഇന്ന് കാഫിറുകളോട് പോലും മുസ്ലിം സ്ത്രീകൾക്ക്, മുസ്ലിം പെണ്ണുങ്ങൾക്ക് തോന്നുന്ന പ്രണയം അന്ധമായ പ്രണയം. മതമേതാണ്, ഞാനേത് മതത്തിലാണ്, ഞാൻ മുസ്ലിമാണ് എന്നൊന്നും തോന്നലില്ല. അന്ധമായ പ്രണയം. ഏത് കാഫിർ വന്നാലും ഏത് പൊലയം വന്നാലും കൂടെ പോകാൻ തയ്യാറാകുന്ന മുസ്ലിം പെണ്ണ്. അവരുടെയൊക്കെ വീട്ടിനുള്ളിലുള്ള ദീനിനെ കുറിച്ച് ആലോചിച്ച് നോക്കിയേ. അവരൊക്കെ പഠിപ്പിച്ചു കൊടുത്ത ദീനിന്റെ അളവെത്രയാണ്, തോതെത്രയാണ്. കാഫിറായ ഒരുത്തന്റെ കൂടെ പോകാൻ, അല്ലെങ്കിൽ അവന്റെ കൂടെ ജീവിക്കാൻ, അല്ലെങ്കിൽ അവന്റെ കൂടെ നടക്കാൻ എങ്ങനെയാണ് ഒരു മുസ്ലിം പെണ്ണിന് തോന്നുക? അവൻ പ്രണയത്തിൽ, പ്രേമത്തിൽ, യൂസുഫിനോടുള്ള പ്രേമത്തിൽ സുലൈഖ അന്ധയായി. സ്ത്രീകൾ സംസാരിക്കാം, നാട്ടിലുള്ള സ്ത്രീകൾ പറയണം, അങ്ങേ അറ്റം സുലൈഖാക്ക് യൂസുഫിനോട് പ്രണയമാണ്. സുലൈഖാനെ നമ്മൾ മോശം പെണ്ണായിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ സുലൈഖ വല്ലാത്ത വഴികേടിലായി പോയി എന്ന് നാട്ടിലെ സ്ത്രീകൾ പറയാൻ തുടങ്ങി. അങ്ങനെ ചർച്ചയായി, എല്ലായിടത്തും ചർച്ചയായി. സംഭവം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നിരപരാധിത്വം ഭർത്താവിന് തെളിഞ്ഞെങ്കിലും ആക്ഷൻ ഒന്നുമില്ല. പക്ഷേ ഈ സുലൈഖ ഭാര്യയാണ്, ഭാര്യയുടെ ചാരിത്രത്തെ സംരക്ഷിക്കണം. അതൊരു ഭർത്താവിന്റെ കടമയാണ്. സ്ത്രീയുടെ ഭാഗത്ത് നിന്ന്, ഭാര്യയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു മോശമായ എന്തെങ്കിലും സ്വഭാവം ഉണ്ടായി എന്നത് നാട്ടുകാരെ മുഴുവൻ അറിയിക്കല്ല ചെയ്യേണ്ടത്. അവൾ ഭാര്യയാണ്, മനുഷ്യനാണ്, തെറ്റുകൾ സംഭവിക്കാം. അവളുടെ ചാരിത്രത്തെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഭർത്താവിനുണ്ട്. ഭാര്യയിൽ എന്തെങ്കിലും മോശ സ്വഭാവം കണ്ടാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങൾ എന്തെങ്കിലും മോശം കണ്ടാൽ അവരിൽ ഒരുപാട് ഖൈറുകളുണ്ട്, അത് നിങ്ങൾ കാണുക. ആ മോശത്തെ, എന്തെങ്കിലും മോശ സ്വഭാവം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും സ്വഭാവം അവർ കാണുന്നുണ്ട് എങ്കിൽ അത് മാത്രം നോക്കിയിട്ട് അവരെ ക്രൂശിക്കാനും, അത് മാത്രം നോക്കിയിട്ട് നീ ശരിയല്ല, നീ അത് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ക്രൂശിക്കാതെ അവരിലുള്ള ഖൈറുകളിലേക്ക് നിങ്ങൾ നോക്ക്. അവരൊരുപാട് ഖൈറുകൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് നന്മകൾ നിങ്ങൾക്ക് ചെയ്യുന്നുണ്ട്. ആ നന്മകളിലേക്ക് നോക്കിയാൽ ഇതൊരു തെറ്റാണ്. പക്ഷെ ഒരുപാട് ഖൈറുകൾ അവരുടെ കൂട്ടത്തിലുണ്ട്. നിങ്ങൾ സ്ത്രീകളോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറണം. അവസാനത്തെ ഹജ്ജത്തുൽ വദാഇന്റെ പ്രസംഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശം അതാണ്, നിങ്ങൾ സ്ത്രീകളുടെ വിഷയത്തിൽ അല്ലാഹുവിനെ സൂക്ഷിക്കണം, അവരോട് നിങ്ങൾ ഭംഗിയായിട്ട് പെരുമാറണം, ഏറ്റവും മനോഹരമായിട്ട് പെരുമാറണം. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പെരുമാറി കാണിച്ചു തന്നിട്ടുണ്ട് നമുക്ക് ഭാര്യമാരോട് എങ്ങനെ പെരുമാറണം. അങ്ങേയറ്റം സ്നേഹിച്ചു ഭാര്യമാർ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിലവിന് ചോദിച്ചു ആയിഷ ബീബി, അധികമാണ് ഭാര്യമാരൊക്കെ. അല്ലാഹുവിന്റെ റസൂൽ പണങ്ങിപ്പോയി. ആയത്തിറങ്ങി, നബി അവരോട് പറ, ദുനിയാവാണോ നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾ ദുനിയാവിന്റെ പിന്നാലെ പോയിക്കോ, ആഖിറമാണ് വേണ്ടതെങ്കിൽ ഇതേ ഉണ്ടാവുള്ളൂ എന്ന് പറ. സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ തിരിച്ചു വന്നു. നബി പറഞ്ഞു, 1 മാസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. 29 ദിവസം കഴിഞ്ഞിട്ട് വന്നപ്പോ ആയിഷ ബീബി ചോദിച്ചു, എന്തേ 29 ആയുള്ളൂ, എന്തേ വന്നതെന്ന് ചോദിച്ചു. റസൂൽ പറഞ്ഞു, ഈ മാസം എന്ന് പറഞ്ഞു. ഈ മാസം 29 ഉള്ളു പെണ്ണേന്ന് പറഞ്ഞു. ഈ മാസം 29 ഉള്ളു. എന്നിട്ട് അള്ളാഹ് റസൂൽ വന്നപ്പോ ആയിഷ ബീവിയോട് പറഞ്ഞു, ആയിഷ, ആയത്തിറങ്ങിയിട്ടുണ്ട്, നിങ്ങൾക്ക് ദുനിയാവാണ് വേണ്ടത് എങ്കിൽ നിങ്ങൾക്ക് ദുനിയാവ്, അല്ല എങ്കിൽ
ആഖിറമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടാവാം. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയെ നമുക്ക് ആഖിറം മതി, നമുക്ക് ആഖിറം മതി. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയെ ഞാൻ ഈ പറഞ്ഞത് ആരോടും പറയണ്ട. മറ്റു ഭാര്യമാരോട് പോയി പറയല്ലോ, അതുകൊണ്ട് ആയിഷ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നൊന്നും പറയണ്ട, പക്ഷെ എനിക്ക് ആഖിറം മതി. അവർക്ക് ആഖിറം ബോധ്യമുണ്ട്, എന്താണ് ആഖിറം അല്ലെ. ഭർത്താവിനെ സ്നേഹിച്ച് ഭർത്താവിന്റെ കൂടെ നടന്ന് 30 വർഷം 40 വർഷം, അവസാനം ഭർത്താവിന്റെ അടുക്കൽ നിന്നുള്ള ചെറിയ എന്തെങ്കിലും പോരായ്മ കാരണം ഭർത്താവിനെ ചീത്ത പറയുന്ന ഭാര്യമാർ, മോശമാക്കുന്ന ഭാര്യമാർ, ഭർത്താവിനെ മോശമാക്കുന്ന ഭാര്യമാർ, അല്ലെങ്കിൽ ഭർത്താവിന്റെ സ്വത്തെനിക്ക് വേണം, ഭർത്താവിന്റെ സ്വത്തെനിക്ക് വേണമെന്ന് കേസ് കൊടുത്ത് ഭർത്താവിന്റെ സ്വത്തിന് വേണ്ടിട്ടോ, ഭർത്താവിന് വേണ്ട, തലാഖിന് കൊടുക്കാണ്, ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നോട്ടീസ് കൊടുക്കാണ്, ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടി നോട്ടീസ് കൊടുക്കാണ്, എനിക്ക് ഇത്ര ശതമാനം സമ്പത്ത് കിട്ടണം. ആരെയാ സ്നേഹിച്ചത്? ആരെയാ സ്നേഹിച്ചത് ഇത്ര കാലം? കൂടെ നടക്കാൻ ഒരാൾ, നോട്ടം മുഴുവനും പൈസയിലേക്ക്, പൈസയ്ക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകൾ. അവർക്ക് ആത്മാർത്ഥമായിട്ട് ഭർത്താവിനെ സ്നേഹിക്കാൻ അറിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനോട് എന്തോരം കടമയുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ ഒരു ഹദീസ് പറഞ്ഞു. അല്ലാഹു റസൂൽ പറഞ്ഞു, ഈ ഭൂമിയിൽ അല്ലാഹുവിനല്ലാതെ ഏതെങ്കിലും ഒരാൾക്ക് മുമ്പിൽ സുജൂദ് ചെയ്യാൻ അല്ലാഹുവിന്റെ കൽപ്പന ഉണ്ടായിരുന്നെങ്കിൽ ഭർത്താവിന്റെ മുമ്പിൽ ഭാര്യയോട് സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ കടമയാണ്, വലിയ കടമയാണ്. ഒരു ഭർത്താവിന്റെ തൃപ്തിയില്ലാതെ ഒരു ഭാര്യയും സ്വർഗം കാണൂല, ഒരു ഭാര്യയും സ്വർഗം. ഏതെങ്കിലും ഒരു രാത്രി ഭർത്താവിനോട് പിണങ്ങി ഭർത്താവിന്റെ കൂടെ കിടക്കാതെ മാറിക്കിടന്ന പെണ്ണ് രാവിലെ എഴുന്നേൽക്കുന്നത് വരെ ശൈത്താന മലക്കുകൾ ആ സ്ത്രീയെ ശപിച്ചുകൊണ്ടിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശപിച്ചുകൊണ്ടിരിക്കും ആ സ്ത്രീയെ. വലിയ വിഷയം. ഭർത്താവിന് അല്ലാഹു അത്രയും കടമകൾ നൽകി. മറ്റൊരു ഹദീസിലുണ്ട്, ഒരു ഭർത്താവിന്റെ ശരീരത്തിൽ നിന്നും ജലവും രക്തവും പൊട്ടി ഒലിക്കുന്നത് സ്വന്തം നാവ് കൊണ്ട് തുടച്ച് വൃത്തിയാക്കിയാലും ഒരു ഭർത്താവിനോടുള്ള കടമ ഒരു പെണ്ണിന് തീരൂല. വലിയ കടമയാണ്. ഇസ്ലാം പഠിപ്പിച്ചതാണ്. ഇസ്ലാം പഠിച്ചാലേ, ഇസ്ലാമെ ഫോളോ ചെയ്താലേ മൂല്യമായൊരു കുടുംബ ബന്ധം ഉണ്ടാവുള്ളൂ, മൂല്യമുള്ളൊരു കുടുംബം ഉണ്ടാവുള്ളൂ, കെട്ടുറപ്പുള്ളൊരു കുടുംബം ഉണ്ടാവുള്ളൂ, സംസ്കാര ബോധമുള്ളൊരു കുടുംബം ഉണ്ടാവണമെങ്കിൽ ഇസ്ലാം പറയുന്നത് പോലെ പോണം. അല്ലാഹു സ്ത്രീകൾക്ക് മുകളിൽ പുരുഷന്മാരെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുണ്ട്. അതിനർത്ഥം അവരെ ഉപദ്രവിക്കാന്നുള്ളതല്ല. എല്ലാം പറയാം ഇസ്ലാം അങ്ങനെയാണ് പഠിപ്പിച്ചത്, സ്ത്രീകളെ എവിടെ ഏറ്റവും മൂല്യം നൽകിയത് ഇസ്ലാമാണ്, സ്ത്രീകൾക്ക് മഹത്വം നൽകിയത് ഇസ്ലാമാണ്. സ്ത്രീകളെ കൊന്ന കാലം, സ്ത്രീകളെ ചരക്കായിട്ട് ഉപയോഗിച്ച കാലം, ആ കാലഘട്ടത്തിൽ ഒരു പുരുഷൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവളുടെ സ്ത്രീ അനന്തര സ്വത്തായിട്ട് വീതിക്കപ്പെടുമായിരുന്നു. അനന്തര സ്വത്തായിട്ട് മറ്റ് സ്വത്തുക്കളെ കൂടെ വീതിക്കപ്പെടുമായിരുന്നു ആ കുടുംബത്തിലുള്ള ആളുകൾക്ക്, പെണ്ണുങ്ങൾ. ആ കാലഘട്ടത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീക്ക് മൂല്യമുണ്ടെന്ന് പഠിപ്പിച്ചത്. ആരെങ്കിലും 2 പെൺകുട്ടികളെ വളർത്തുകയും പ്രായപൂർത്തിയാകുന്നത് വരെ അവരെ വളർത്തുകയും എന്നിട്ട് അവർക്ക് നല്ല ബന്ധമുണ്ടാക്കി കല്യാണം കഴിപ്പിച്ചു കൊടുക്കുകയും ചെയ്താൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഞാനും ആ മനുഷ്യനും സ്വർഗത്തിൽ ഇങ്ങനെയായിരിക്കും. അത്രയും ശ്രേഷ്ഠതയാണ് പെൺകുട്ടികളെ വളർത്തി അവരെ നല്ല പക്വതയിലും പാകതയിലെത്തി അവരുടെ പ്രായമായി കഴിഞ്ഞാൽ നല്ല ഭർത്താവിന്റെ കയ്യിൽ ഏൽപ്പിക്കുക, നല്ല ഭർത്താവിന്റെ കയ്യിൽ ഏൽപ്പിക്കുക. ഇന്നത്തെ രീതിയും മാറി. ഇന്ന് മോളെ പഠിപ്പിക്കും, മോളെ ഖുർആൻ പഠിപ്പിച്ച് ഹാഫിളാക്കും, ദീൻ പഠിപ്പിച്ച് നല്ല നിഖാബൊക്കെ ഇടുന്ന നല്ല മോൾ, നിഖാബും പർദ്ദയും ഇട്ട് നടക്കുന്ന നല്ല ദീനിയായ മോള്, 18 വയസ്സ് വരെ അല്ലെങ്കിൽ 20 വയസ്സ് വരെ. എന്നിട്ട് ഈ ബാപ്പ കല്യാണം ആലോചിക്കും, ഈ ബാപ്പ കല്യാണം ആലോചിക്കുമ്പോൾ ബാപ്പ എന്താ നോക്കുക, ബാപ്പാന്റെ സ്റ്റാറ്റസ്. നമ്മുടെ കുടുംബത്തിലേക്ക് വരുന്ന ചെറുക്കൻ എങ്ങനെയായിരിക്കും ബാപ്പ തീരുമാനിക്കും. എന്നിട്ട് ഏതെങ്കിലും ഒരു ജോലിക്കാരനെ, ബിസിനസ്സുകാരനെ, ദീനും ഇല്ലാത്തവനെ മോക്ക് കെട്ടിക്കും. മൂപ്പരുടെ സ്റ്റാറ്റസിനൊത്ത് ഈ ദീനനുസരിച്ച് പഠിച്ച് അതനുസരിച്ച് വസ്ത്രം ധരിച്ച് ജീവിക്കുന്ന പെണ്ണിന്റെ ജീവിതത്തിലേക്ക് വന്ന ഭർത്താവ് ദീനില്ലാത്തവൻ. പാവം ആ പെണ്ണിന്റെ മുഖത്തിൽ നിന്ന് നിഖാബ് പോയി, തലയിൽ നിന്ന് തട്ടം പോയി. കാരണം പിന്നെ ഭർത്താവിനെ സ്നേഹിക്കാൻ തുടങ്ങല്ലേ. പിന്നെ ഭർത്താവ് പറയാ, പെണ്ണെ നമുക്ക് ഇത് വേണ്ടെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് പിടിച്ചിക്കാൻ പറ്റും? പിടിച്ചിരുന്ന സ്ത്രീകളുണ്ട്. എല്ലാവർക്കും പറ്റുമോ?
ഭർത്താവിനെ സ്നേഹിച്ചു തുടങ്ങുന്ന ആ പെണ്ണ്, ആ ഭാര്യ ഭർത്താവിന് വേണ്ടിയിട്ട് പർദ്ദ ഒഴിവാക്കി, എല്ലാം ഒഴിവാക്കി. ഇപ്പൊ ഒന്നുമില്ല, ആള് ഖുർആൻ 30 ജുസും പഠിച്ച ഹാഫിളത്താണ്. ഇപ്പൊ എല്ലാവരെയും പോലെ പുറത്ത് നല്ല അലങ്കാരമുള്ള ഡ്രസ് ഇട്ട് നടക്കുക. കാരണം ഭർത്താവിന് ഇഷ്ടം ഇതാണ്. ആരാ കുറ്റം ചെയ്തത്? ബാപ്പ. നല്ല നല്ല ആലോചനകൾ വന്നു, ദീനുള്ളവർ വന്നു. ഖുർആൻ പഠിച്ച പെണ്ണിനെ കല്യാണം കഴിക്കാൻ, ദീ പഠിച്ച പെണ്ണിനെ കല്യാണം കഴിക്കാൻ, നല്ല ഹിജാബ് ഇട്ട് നടക്കുന്ന പെണ്ണിനെ കല്യാണം കഴിക്കാൻ ദീനുള്ള പലരും വന്നു. പക്ഷെ ഉപ്പാന്റെ സ്റ്റാറ്റസിന് ഒത്തില്ല. ഉപ്പാന്റെ സമ്പത്തിന്റെ തോത് ആ വന്ന ചെറുക്കനോ ചെറുക്കന്റെ കുടുംബത്തിനോ ഇല്ലാതായി പോയി, അല്ലെങ്കിൽ തറവാട് മഹിമ ഇല്ലാതായി പോയി. അതിന്റെ പേരിൽ മാത്രം എവിടുന്നോ കയറി വന്ന ബിസിനസ്സുകാരന്, അല്ലെങ്കിൽ എവിടുന്നോ കയറി വന്ന ഒരുത്തിന് വേണ്ടി കല്യാണം കഴിച്ചു കൊടുത്തി പെണ്ണിനെ. കൊടും ക്രൂരത ചെയ്യുന്ന ചില മാതാപിതാക്കൾ മക്കളോട്, ഈ പഠിച്ച മക്കളോട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഗൗരവത്തിലാണ് ഈ വിഷയം ഉണർത്തിയത്. സ്ത്രീകളോട് നല്ല രൂപത്തിൽ പെരുമാറണം. ഏറ്റവും നല്ല അല്ലാഹു റസൂൽ പറഞ്ഞു, ഖിയാറുക്കും ഖിയാറുക്കും ലിഅഹ്ലീക്കും, നിങ്ങൾ ഏറ്റവും നല്ലവൻ, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ സ്വന്തം ഭാര്യയോട് നല്ല രൂപത്തിൽ പെരുമാറുന്നവനാണ്. അല്ലാണ്ട് പുറത്ത് നല്ല രൂപത്തിൽ സംസാരിക്കുന്നവനല്ല. നാട്ടുകാർക്ക് നല്ല മാഷാ അല്ലാഹ് നല്ല സ്വഭാവക്കാരൻ, വീട്ടിൽ കയറിയാലോ, വീട്ടിൽ കയറിയ ഭാര്യയോട് വളരെ മോശമായിട്ട് സംസാരിക്കുക, വളരെ മോശമായിട്ട് സംസാരിക്കുക. ഒരു റാഹത്തും ഒരു സന്തോഷവും ഭാര്യയ്ക്ക് വേണ്ടി കൊടുക്കാതിരിക്കുക. അങ്ങനത്തെ ഭർത്താക്കന്മാരുണ്ട്, ഷർറാണവർ. നാട്ടു പറഞ്ഞു ഏറ്റവും നല്ലവർ. കാരണം ആ ഭാര്യ നമുക്ക് വേണ്ടി എല്ലാം ചെയ്യുന്ന പെണ്ണാണ്. നമുക്ക് ആ ഭർത്താവിന് വേണ്ടിയിട്ട് ഭക്ഷണം വിളമ്പുന്നു, ആ ഭർത്താവിന്റെ ഡ്രസ്സ് അലക്കുന്നു, ആ ഭർത്താവിന്റെ മക്കളെ നോക്കുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷെ നമ്മുടെ പുറത്ത് നല്ല മാന്യന്മാരായ നല്ല സ്വഭാവക്കാരൻ. ആ ഭാര്യയ്ക്ക് മുമ്പിൽ അവള് ഒന്നുമില്ല. നമുക്ക് വേണ്ടി ജീവിക്കുന്ന പെണ്ണ്, അവളെ സ്നേഹിക്കാൻ പറ്റിട്ടില്ലെങ്കിൽ പിന്നെ ആരെ നമ്മളെ സ്നേഹിക്കാം? പിന്നെ നാട്ടുകാരെ സ്നേഹിക്കണ്ടേ? യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിഷയത്തിൽ തെളിഞ്ഞു, യൂസുഫ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഭാര്യയുടെ ചാരിത്രം സംരക്ഷിക്കാൻ വേണ്ടി അസീസ് തീരുമാനിച്ചു യൂസുഫിനെ തൽക്കാലം ജയിലിടാം. കാരണം നാട്ടുകാർക്കിടയിൽ യൂസുഫ് സുലൈഖ തെറ്റ് ചെയ്ത ആളായി മാറാൻ പാടില്ല. കാരണം ഭാര്യയാണ്, അവളുടെ ചാരിത്രത്തെ സംരക്ഷിക്കണം. ഈ സ്ത്രീകളെല്ലാം നാട്ടിൽ ഇതൊക്കെ പാടി പറഞ്ഞ് നടക്കുമ്പോൾ സുലൈഖാക്കും തോന്നി ഇവർക്കും ഒന്ന് ബോധ്യപ്പെടുത്തണം, ഇവർക്കൊന്ന് ബോധ്യപ്പെടുത്തണം. അല്ലാഹു പറയാണ്, യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിഷയത്തിൽ ഈ സ്ത്രീകൾ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഫലമ്മാ സമിഅത് ബിമക്രിഹിന്ന, മറ്റൊരു ബിഖൗലിഹിന്ന, അതായത് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് ഈ സ്ത്രീകൾ സംസാരിക്കുന്ന സംസാരം സുലൈഖ കേട്ടപ്പോൾ അർസലത് ഇലൈഹിന്ന, ഈ സ്ത്രീകളിലേക്ക് സുലൈഖ ആളെ പറഞ്ഞയച്ചു. വഅഅതദത് ലഹുന്ന മുത്തകഅൻ വആതത് കുല്ല വാഹിദത്തിൻ മിൻഹുന്ന സിക്കീന, ഈ സ്ത്രീകളുടെ അടുക്കലേക്ക് ആളെ പറഞ്ഞയച്ചിട്ട് പറഞ്ഞു ഇവരോടൊക്കെ വരാൻ പറ. ഈ നാട്ടിലുള്ള പ്രമാണിമാരായ സ്ത്രീകൾ, മുസ്ലിം വിശദീകരിച്ചു, പ്രമാണിമാരായ, അതായത് വലിയ വലിയ സ്ത്രീകൾ, വലിയ വലിയ ആളുകൾ ഭാര്യമാർ, അങ്ങനെയുള്ള സ്ത്രീകളാണ് ഈ സംസാരിക്കുന്നത്. സുലൈഖ അവരെയൊക്കെ വിളിച്ചു വരാൻ പറഞ്ഞു. എന്നിട്ടോ എല്ലാവർക്കും, വീട്ടിലേക്ക് വന്നവർക്കൊക്കെ പഴം കയ്യിൽ കൊടുത്തു, ഫ്രൂട്ട്സ് കയ്യിൽ കൊടുത്തു, ഭക്ഷിക്കാനുള്ള ഫ്രൂട്ട്സ് കയ്യിൽ കൊടുത്തു. എന്നിട്ട് അതിന്റെ കൂടെ കത്തി കൊടുത്തു, മുറിച്ചു തിന്നാൻ വേണ്ടിട്ട്. ഓരോരുത്തർക്കും ഓരോ കത്തിയും ഫ്രൂട്ട്സും ടേബിളിൽ നിരത്തി, എന്നിട്ട് ഓരോന്ന് മുറിച്ച് തിന്നാൻ പറഞ്ഞു. എല്ലാവരോടും തിന്നോളാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും അവരുടെ മുമ്പിലുള്ള ഫ്രൂട്ട്സ് എടുത്തിട്ട് അത് മുറിച്ച് തിന്നാൻ തുടങ്ങി. എന്നിട്ട് യൂസുഫ് നബിയോട് സുലൈഖ പറഞ്ഞു, യൂസുഫെ, നീ അവർക്കിടയിലൂടെ നടക്ക്, അവർക്കിടയിലൂടെ നീ നടക്ക്. فلما رأينه أكبرنه وقطعن أيديهن, فلما رأينه, ആ സ്ത്രീകൾ യൂസുഫിനെ കണ്ടപ്പോൾ അക്ബർനഹു, അവർക്ക് വലിയ കൗതുകമുണ്ടായി. വഖത്തഅന ഐദിയഹുന്ന, അവർ അവരുടെ കൈകൾ മുറിച്ചു. ആലോചിക്കേ, സ്ത്രീകൾ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സൗന്ദര്യം കണ്ടിട്ട് കൈകൾ മുറിക്കണമെങ്കിൽ എന്താണ് ആ സൗന്ദര്യം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൂന്നാം ആകാശത്ത് വെച്ച്, മിഅ്റാജിന്റെ യാത്രയിൽ മൂന്നാം ആകാശത്ത് വെച്ച് ഞാൻ യൂസുഫിനെ കണ്ടു. യൂസുഫിന് അല്ലാഹു സൗന്ദര്യത്തിന്റെ പകുതിയും നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റു റിവായത്തുകളിലുണ്ട് സൗന്ദര്യത്തിന്റെ
സൗന്ദര്യത്തിന്റെ 3/1 യൂസുഫിന് അള്ളാഹു കൊടുത്തത്, ബാക്കിയുള്ളതാണ് ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്ക് അള്ളാഹു കൊടുത്തത്. മറ്റൊരു വായത്തിലുണ്ട്, അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു, യൂസുഫിനും യൂസുഫിന്റെ ഉമ്മാക്കും അള്ളാഹു സൗന്ദര്യത്തിന്റെ 3/1 കൊടുത്തു. അത്രയും ഭംഗിയാണ് യൂസുഫ് നബിനെ കാണാൻ. അത് അള്ളാഹ് വർണ്ണിക്കാണ്. ആ ഭംഗിയുടെ, യൂസുഫ് നബിയുടെ സൗന്ദര്യത്തിന്റെ കടുപ്പം ആ സ്ത്രീകൾ യൂസുഫ് നബിനെ കണ്ടപ്പോ കയ്യിലുള്ള കത്തിയും പഴവും മറന്ന് കൈകൾ മുറിക്കാണ്, വിരലുകൾ മുറിക്കാണ്. എന്നിട്ട് അവര് പറഞ്ഞു, രണ്ടാമത്താണ് ഹാഷലില്ല. പണ്ഡിതന്മാർ പറഞ്ഞു, ഒന്ന് സുബ്ഹാനല്ലാഹ് എന്നാണ് അർത്ഥം. സുബ്ഹാനല്ലാഹ് എന്താണിത്? മറ്റൊരർത്ഥം മഅദല്ലാഹ്, അല്ലാഹുവേ നമ്മളെ കാക്കണേ എന്നൊരു വിളിയാണ്, നമ്മളെ കാക്കണേ. പണ്ഡിതന്മാര് പറഞ്ഞു, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കിലേക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി വരുന്ന സ്ത്രീകൾ അവൻ മുഖം പൊത്തിക്കൊണ്ട് സംസാരിക്കുമായിരുന്നു. എന്തിനെന്നറിയോ? യൂസുഫിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് യൂസുഫിനോട് എന്തും തോന്നാതിരിക്കാൻ, അങ്ങോട്ട് യൂസുഫിനോട് മോശമായിട്ടൊന്നും തോന്നാതിരിക്കാൻ, നമ്മൾ ഫിത്നയിലായി പോവാതിരിക്കാൻ സ്ത്രീകൾ മറഞ്ഞു നിന്ന് സംസാരിക്കുമായിരുന്നു യൂസുഫ് നബിയോട്. കാരണം കണ്ടാൽ യൂസുഫിലേക്ക് മുഖം മൂടി ഇട്ട് നടക്കാൻ പറ്റുമോ? ആണല്ലേ? അത്രയും സുന്ദരനാണ് യൂസുഫ് അലൈഹിസ്സലാം. അന്ന് കൊടുത്ത സൗന്ദര്യം. എന്നിട്ട് ഇവരൊക്കെ കൈ മുറിച്ചിട്ട് പറഞ്ഞു, ഇതെന്തൊരു മനുഷ്യനാണ്, ഇതെന്തൊരു മനുഷ്യരാണ്, ഇത് മനുഷ്യനൊന്നല്ല, ഇതേതോ മാന്യനായ മലക്കാണ്, ഇതൊരു മാലാഖയാണ് എന്ന് ആ സ്ത്രീകൾ പറഞ്ഞു. ആ സമയത്ത് സുലൈഖ പറഞ്ഞു, നിങ്ങൾ എന്നെ ആക്ഷേപിച്ച കാര്യമാണിത്, നിങ്ങൾ എന്നെ കളിയാക്കിയില്ലേ, അവിടെയുള്ള വേലക്കാരനോട് സുലൈഖക്ക് എന്തോ തോന്നി എന്ന് പറഞ്ഞില്ലേ, ഇതാ ഇയാളോടാണ് എനിക്ക് തോന്നിയത്. എന്നിട്ട് സുലൈഖ പറഞ്ഞു, ഞാൻ അവനെ തന്നെയാണ് വശീകരിക്കാൻ നോക്കിയത്. ആ സ്ത്രീകളോട് പറഞ്ഞു, ഞാൻ അവനെ തന്നെയാണ് വശീകരിക്കാൻ നോക്കിയത്. പക്ഷേ അവൻ അവന്റെ ചാരിത്രത്തെ സംരക്ഷിച്ചു. അവന്റെ ചാരിത്രത്തിന് കളങ്കമില്ലാതെ അവനെ സംരക്ഷിച്ചു. സുലൈഖ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ബാഹ്യമായ ഭംഗി കാണിച്ചു കൊടുക്കുന്നതിനപ്പുറം യൂസുഫ് നബിയുടെ ആന്തരികമായ ചാരിത്രത്തെ പറ്റി ആ സ്ത്രീകളോട് പറഞ്ഞു, നിങ്ങൾ ഈ ബാഹ്യമായിട്ട് കണ്ട സൗന്ദര്യം മാത്രമല്ല, അതിനേക്കാൾ മനോഹരമാണ് യൂസുഫിന്റെ അഭിമാനബോധം, യൂസുഫിന്റെ നിഷ്കളങ്കത, യൂസുഫിന്റെ ചാരിത്രബോധം, സംശുദ്ധത ഈ കണ്ട ബാഹ്യമായ സൗന്ദര്യത്തെക്കാൾ വലുതാണ് എന്ന് ആ സ്ത്രീകൾക്ക് സുലൈഖ പറഞ്ഞു കൊടുത്തു എന്ന് മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇതൊക്കെ ശരി തന്നെയാണ്, പക്ഷെ നമ്മൾ പറയുന്ന പോലെ യൂസുഫ് കേട്ടിട്ടില്ല എങ്കിൽ അവനെ ജയിലിലടക്കുകയും ചെയ്യും, അവനെ നിന്ദ്യതയുള്ള ആളുകളെ കൂട്ടത്തിൽ നമ്മൾ പെടുത്തുകയും ചെയ്യും. കാരണം ഇവരുടെ ഭരണാധികാരികളാണ്, രാജാവാണ്, രാജാവിന്റെ ഭാര്യയാണ്. യൂസുഫ് കേവല കൊട്ടാരത്തിലുള്ള ഒരു പരിചാരകനാണ്. അതുകൊണ്ട് നമ്മൾ പറയുന്ന പോലെ കേൾക്കേണ്ടി വരും യൂസുഫിന്. എല്ലാവരും യൂസുഫിനെ ജയിലിലടക്കും. ആ സമയത്ത് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം പറയാണ്, ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കഥയെ, സുലൈഖുമായി ബന്ധപ്പെട്ട ആ ചരിത്രത്തെ അല്ലാഹു മനോഹരമായി കൗതുകമായി കേട്ടിരിക്കാൻ പാകത്തിന് അതിന്റെ വലികൾ അല്ലാഹു മനോഹരമാക്കി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത് എന്തിനാ? യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രത്തെ പഠിപ്പിക്കാൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ തണല് മാത്രമുള്ള ആ സമയത്ത്, തണല് മാത്രമുള്ള സമയത്ത്, മറ്റൊരു തണലുമില്ലാത്ത, അല്ലാഹുവിന്റെ തണല് മാത്രമുള്ള നാളെ മഹ്ശറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ തണല് കൊടുക്കുന്ന 7 വിഭാഗം ആളുകളെ പറഞ്ഞതിൽ ഒന്ന് റജുലുൻ ഷാബുൻ നശഅ ഫി ഇബാദത്തില്ലാഹ്, അല്ലാഹുവിന്റെ ഇബാദത്തിലായി കഴിച്ചുകൂട്ടിയ ചെറുപ്പക്കാരൻ. മറ്റൊന്ന് ഇംറഅത്തുൻ ദഅത് ഇംറഅത്തുൻ, ഒരു പെണ്ണ്, സൗന്ദര്യമുള്ള തറവാടുള്ള ഒരു പെണ്ണ് ഒരു പുരുഷനെ ക്ഷണിക്കുന്നു. എന്നിട്ട് ആ പെണ്ണിനോട് ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ പേടിക്കുന്നുണ്ട് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരന് നാളെ അല്ലാഹു അർശിന്റെ തണല് കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു ഖാല. ആരോടാ സംസാരം? അള്ളാഹിനോട്. ഇനി യൂസുഫ് നബിയുടെ സംസാരം അള്ളാഹിനോട്. ഇതൊക്കെ കഴിഞ്ഞു. കാരണം ഈ നടക്കാൻ പറഞ്ഞതും വരാൻ പറഞ്ഞതൊക്കെ യൂസുഫ് നബിക്ക് ചെയ്തേ പറ്റുള്ളൂ. കാരണം രാജാവിന്റെ ഭാര്യ പറയാണ്, അല്ലെങ്കിൽ രാജാവ് പറയാണ്, അവര് മോശമായ ഒരു കാര്യത്തിന് വേണ്ടി ക്ഷണിച്ചപ്പോൾ യൂസുഫ് നബി പോയില്ല. ശക്തമായി യൂസുഫ് നബി എതിർത്തു, എന്നിട്ട് ഓടി. പക്ഷെ ബാക്കിയുള്ളത് എന്ത് പറഞ്ഞാലും യൂസുഫ് അനുസരിക്കണം. കാരണം ആ കൊട്ടാരത്തിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പരിചാരകനാണ്. അതുകൊണ്ട് അവരുടെ കൽപ്പനകൾ കേട്ടേ പറ്റുള്ളൂ. യൂസുഫ് നബി ദുആ ചെയ്തു, റബ്ബി സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈഹി. അല്ലാഹ്, എനിക്ക് ജയിലാണ് ഈ സ്ത്രീകൾ എന്നെ ക്ഷണിക്കുന്നതിനേക്കാൾ എനിക്ക് ഖൈർ. ജയിലാണ് എനിക്ക് ഈ സ്ത്രീകൾ മോശമായ കാര്യങ്ങൾക്ക് വേണ്ടി എന്നെ ക്ഷണിക്കുകയും എന്നോട് മോശമായ രൂപത്തിൽ പെരുമാറുകയും ചെയ്യുന്നതിനേക്കാൾ എനിക്ക് ഖൈറായിട്ടുള്ളത് അല്ലാഹുവേ ജയിലാണ്. അല്ലാഹുവേ, ഈ സ്ത്രീകളുടെ കുതന്ത്രം എന്നിൽ നിന്നും നീ മാറ്റിയിട്ടില്ല എങ്കിൽ ഞാൻ അതിൽ പെട്ടുപോകും അല്ലാഹുവേ. ഞാൻ വിഡ്ഢികളിലും അറിവില്ലാത്തവരിൽ പെട്ടുപോകും അല്ലാഹുവേ. അതുകൊണ്ട് അവരുടെ കുതന്ത്രത്തിൽ നിന്നും അവരുടെ ഫിത്നയിൽ നിന്നും നീ എന്നെ സംരക്ഷിച്ചേക്കണേ അല്ലാഹ് എന്ന് ദുആ ചെയ്തു യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം. ثم بدا لهم من بعد ما رأوا الآيات ليسجننه حتى حين. അപ്പോൾ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് രാജാവിന് ബോധ്യപ്പെട്ടു, കൊട്ടാരത്തിലുള്ള എല്ലാവർക്കും ബോധ്യപ്പെട്ടു, സുലൈഖ കൊണ്ടുവന്ന സ്ത്രീകൾക്ക് ബോധ്യപ്പെട്ടു, എല്ലാവർക്കും ഇപ്പൊ എന്ത് ബോധ്യപ്പെട്ടു? യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന് യൂസുഫ് ഒന്നും ചെയ്തിട്ടില്ല, സുലൈഖയാണ് ചെയ്തത് എന്ന് ബോധ്യപ്പെട്ടു. എന്നിട്ടും അവർ എന്ത് തീരുമാനിച്ചു? യൂസുഫിനെ കുറച്ചു കാലം ജയിലിൽ നമുക്ക് ഇടാം എന്ന് തീരുമാനിച്ചു. പണ്ഡിതന്മാർ വിശദീകരിച്ചു അതിന് കാരണം ഇത് ഫ്ലാഷ് ആവണ്ട, മോശമായ രൂപത്തിൽ പുറത്ത് ഫ്ലാഷ് ആവണ്ട എന്ന രൂപത്തിൽ തൽക്കാലം യൂസുഫെ നീ കുറച്ചു കാലം ജയിലിൽ കിടക്ക് എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്തത്? യൂസുഫ് നബിനെ അവർ ജയിലിലേക്ക് ഇടുന്നത്. ആദ്യമായി യൂസുഫ് നബിയുടെ ജയിലിലേക്കുള്ള പോക്ക്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഒരു മുസ്ലിമിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തിന്മകൾ വന്നാൽ, എന്തെങ്കിലും തെറ്റുകൾ വന്നാൽ അതിനെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാൻ നമ്മൾ പഠിക്കണം. നമ്മുടെ സഹോദരന്മാർക്കിടയിൽ എന്തെങ്കിലും ഒരു തിന്മ, ആള് മോശമായ ഒരു കാര്യം ചെയ്തു, സംഭവം ആള് ചെയ്തു, അതിനെ വളരെ മനോഹരമായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യണം. കാരണം ഒരു മുസ്ലിമിന്റെ ഔറത്ത്, രഹസ്യം, അത് വെളിവാക്കുക എന്നുള്ളത് വലിയ തിന്മയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ സതറ മുസ്ലിമൻ, ആരെങ്കിലും ഒരു മുസ്ലിമിനെ മറച്ചു വെച്ചാൽ, അവന്റെ ഔറത്തിനെ മറച്ചു വെച്ചാൽ, സതറല്ലാഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവന്റെ തിന്മയെ, അവന്റെ ഔറത്തിനെ, അവന്റെ മോശത്തരത്തെ അല്ലാഹു മറച്ചു വെക്കും. ഒരിക്കലും ആളുകൾക്കിടയിൽ വഷളാക്കാനോ ആളുകൾക്കിടയിൽ കൊണ്ടുവരാനോ ആ പ്രശ്നം ആളുകൾക്കിടയിൽ ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ പബ്ലിക്കിൽ വെച്ചുകൊണ്ട് ആ മനുഷ്യനെ ശകാരിക്കാനോ അല്ലെങ്കിൽ അടിക്കാൻ ഒഴിഞ്ഞരുത്. നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഏറ്റവും മോശമായ ഒരു സ്വഭാവം അതാണ്. ആള് ചിലപ്പോൾ തെറ്റ് ചെയ്തിട്ടുണ്ടാവും, എന്തെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടാവാം. നമ്മൾ മുസ്ലിമീങ്ങൾ, നമ്മൾ സലഫികൾ പ്രത്യേകിച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട വലിയൊരു അഖ്ലാഖാണ്. നമ്മുടെ കൂടെയുള്ള സുഹൃത്തിൽ മുസ്ലിമായ ഒരു സഹോദരൻ, അവനിൽ ഒരു തെറ്റ് സംഭവിച്ചു, മാന്യമായിട്ട് അവനെ എടുത്തു വിളിക്കാനും അവനെ ഉപദേശിക്കാനും വാണിംഗ് കൊടുക്കാനും, ഇനി എന്തെങ്കിലും ശിക്ഷിക്കുന്നുണ്ടെങ്കിൽ തന്നെ വളരെ മനോഹരമായിട്ട് ആരിലേക്കും ആ പ്രശ്നം അറിയാതെ, ആ മനുഷ്യന്റെ അഭിമാനത്തിന് കളങ്കം വരുത്താതെ രൂപത്തിൽ ആ കാര്യത്തെ കൈകാര്യം ചെയ്യണം. ഒരിക്കലും തന്നെ അത് പബ്ലിക്കാക്കുകയോ ആളുകൾക്കിടയിൽ ആ മനുഷ്യനെ വഷളാക്കുകയോ ചെയ്യരുത്. കാരണം ഒരു മുഅ്മിനിന്റെ അഭിമാനത്തിന് വലിയ വിലയുണ്ട്. വലിയ ചില്ലറ വിലയല്ല, ചെറിയ വിലയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബയെ നോക്കിയിട്ട് പറഞ്ഞു, കഅബയെ, നീ എത്ര പരിശുദ്ധമാണ്, നീ എത്ര പരിശുദ്ധമാണ്, നീ എന്തൊരു പവിത്രതയുള്ളതാണ്. പക്ഷേ നിന്നേക്കാൾ പരിശുദ്ധമാണ്, പവിത്രമാണ് ഒരു മുഅ്മിനിന്റെ അഭിമാനം എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തമാശല്ല. നമുക്ക് ദേഷ്യം വരുമ്പോ നമ്മൾ എടുത്തുള്ള നമ്മൾ ചീത്ത പറഞ്ഞ് കളിയാക്കി ഓനെങ്ങനെങ്കിലും ഓനെ കുറിച്ച് അവിടെ പറഞ്ഞ് ഇവിടെ പറഞ്ഞ് നാട്ടിൽ മുഴുവനും അയാളെ കുറിച്ച് മോശമായ ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ഈ ഭയങ്കര ഇൻട്രസ്റ്റ്. അതിനേക്കാൾ മോശമായ ഒരു നന്മയില്ല. നാളെ ആഖിറത്തിൽ അയാൾ അല്ലാഹു വശലാക്കും.
തെറ്റ് ചെയ്യാം, മനുഷ്യനാണ്, മനുഷ്യന് തെറ്റ് സംഭവിക്കാം, വലിയ തെറ്റ് സംഭവിക്കാം, ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റാത്ത തെറ്റുകൾ സംഭവിക്കാം. പക്ഷെ മുസ്ലിം സഹോദരനോട് നമുക്ക് കടമയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കിലേക്ക് മാഇസ് റളിയല്ലാഹു അൻഹു വ്യഭിചാരം ചെയ്തതിനു ശേഷം വന്നിട്ട് പറഞ്ഞു, നബിയെ ഞാൻ വ്യഭിചരിച്ചു, എനിക്ക് ഇച്ചിരി ഭിക്ഷ വേണം. അല്ലാഹു റസൂൽ പറഞ്ഞു, ഇല്ല മാഇസ്, എനിക്ക് തോന്നിയിരിക്കുന്നു ഇപ്പൊ എനിക്ക് തോന്നിയിരിക്കും, അങ്ങനെയൊന്നുമില്ല. ഇല്ല നബിയെ, ഞാൻ വ്യഭിചരിച്ചു. ഇല്ല. സഹാബാക്കളെ നോക്കിയ മായിസ് കള്ളുടിച്ചിട്ടുണ്ടോ നോക്കിയേ, എന്തൊക്കെയോ ഒന്ന് പറയുന്നുണ്ട്. സഹാബാക്കൾ പറഞ്ഞു, നബിയെ ഇല്ല, മായിസ് കള്ളുടിച്ചിട്ടില്ല. വീണ്ടും മായിസ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, നബിയെ ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട്, എനിക്ക് പ്രായശ്ചിത്തം വേണം. അല്ലാഹു റസൂൽ പറഞ്ഞു, ഇല്ല മായിസ്, നീ ചുംബിച്ചതായിരിക്കും, നീ വ്യഭിചരിച്ചിട്ടുണ്ടാവില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മായിസ് റളിയല്ലാഹു അൻഹു ഒഴിവാക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ അതിനെ പെരുപ്പിച്ച് വലുതാക്കി, ചെയ്യാത്തതും പറയാത്തതടക്കം നമ്മൾ പറഞ്ഞുണ്ടാക്കി മഹാപാതകം ചെയ്തൊരു കുറ്റവാളിയായിട്ട് നമ്മൾ മുമ്പിൽ നിർത്തും. എന്നിട്ട് ആളുകൾ വിളിക്കും, അത് വിളിക്കും, ഇത് വിളിക്കും. എന്നിട്ട് നമ്മളാണ് മുൻകൈ എടുക്കുക. മുസ്ലിമീങ്ങൾ അവൻ ചെയ്തത് തെറ്റ്, എന്തേ അവൻ ഉപദേശിച്ചില്ല? എന്തേ അവന് നിർദ്ദേശം കൊടുത്തില്ല? എന്തുകൊണ്ട് അവൻ അത് ചെയ്തു എന്ന് എന്തേ ചോദിച്ചില്ല? എന്തേ അവൻ അവസരങ്ങൾ വിട്ടുകൊടുത്തില്ല? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിൽ വ്യഭിചാരോപണം നടന്ന് മിസ്തഹ് റളിയല്ലാഹു അൻഹു അതിൽ പങ്കുണ്ട് എന്ന് അറിഞ്ഞ ഉടനെ തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇനി മിസ്തഹിന് ഭക്ഷണം കൊടുക്കൂല. മാനുഷികമാണത്. കാരണം അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെലവിലാണ് മിസ്തഹ് റളിയല്ലാഹു അൻഹുവും ഉമ്മയും ജീവിക്കുന്നത്. അബൂബക്കറാണ് ചെലവിന് കൊടുക്കുന്നത്, പാവങ്ങളാണ് അവർ. പക്ഷെ മുനാഫിഖീങ്ങളുടെ ഈ പ്രശ്നത്തിൽ മിസ്തഹ് റളിയല്ലാഹു അൻഹു പെട്ടുപോയതാണ്. അവരിത് പറഞ്ഞു നടന്നപ്പോ ആണോ അദ്ദേഹം പറഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു അൻഹു അറിഞ്ഞപ്പോൾ തീരുമാനം പറഞ്ഞു, ഞാൻ കൊടുക്കൂല. പരിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ തീരുമാനത്തിനെതിരെ അല്ലാഹു ചോദിച്ചു, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും ഫഅഫു വസ്ഫഹു ഫഅഫു വസ്ഫഹു അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും. വിട്ടുവീഴ്ച ചെയ്തെടുക്ക്, പോട്ടെ എന്ന് പറ. നിങ്ങൾക്ക് നിങ്ങൾ ചെയ്ത പാപങ്ങൾ അല്ലാഹു പുറത്തു തരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? പിന്നെ എന്തേ നിങ്ങൾക്ക് അവർക്ക് പുറത്തു കൊടുത്താൽ? അല്ലെ, നമ്മൾ വലിയ അപരാധങ്ങൾ ചെയ്യുക, എന്നിട്ട് നമ്മൾ എന്താണോ അവയെ മാഫാക്കണേ, എന്നിട്ട് നമുക്ക് ചുറ്റുള്ള ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവനെ ക്രൂശിക്കുക, അവനെ വലിയ അപരാധിയാക്കുക. നമ്മളോ വലിയ മാന്യന്മാര്, അള്ളാന്റെ ഭൂമിയിൽ അള്ളാന്റെ മുമ്പിൽ വലിയ ധിക്കാരങ്ങൾ ചെയ്ത് ജീവിക്കുന്ന ഇവൻ വലിയ മാന്യൻ. എന്നിട്ട് പാപം സാധു ഒരു ദുർബല സാഹചര്യത്തിൽ എന്തൊരു തെറ്റ് ചെയ്തു പോയി, അല്ലെങ്കിൽ എന്തെങ്കിലും മോഷ്ടിച്ചു പോയി, അവനെ ക്രൂശിക്കുന്ന എത്രയും നിറിഷ്ടമായ ഒരു സ്വഭാവമാണ് നമ്മുടെ നാട്ടിലുള്ളത്. നമ്മൾ മാറണം. ഒരിക്കലും ഒരു മുഅ്മിനിന്റെ നമ്മൾ അറിഞ്ഞു ഒരു സ്വഭാവം, മോശമായ ഒരു സ്വഭാവം ഉണ്ടെന്ന് അറിഞ്ഞു, ആരോടും പറയാൻ പോരുത്. അവനെ കണ്ടുപദേശിക്കുക. ഇനി എല്ലാ എങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട അവനോട് നസീഹത്തുള്ള ആളുകളോട് പറയാ, ശ്രദ്ധിക്കണം ഇന്ന കാര്യമുണ്ട്. അല്ലാതെ മറ്റൊരാളിലേക്ക് ആ തിന്മ എത്തിക്കഴിഞ്ഞാൽ അത് വലിയ അപകടം ചെയ്യും നമുക്ക്. ഇവിടെയും യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം നിരപരാധിയാണ് എന്ന് തെളിഞ്ഞു, എല്ലാവർക്കും ബോധ്യപ്പെട്ടു. എന്നിരുന്നാലും സുലൈഖയുടെ കൊട്ടാരത്തിലുള്ള സ്ഥാനത്തെ പരിഗണിച്ചുകൊണ്ട് രാജാവ് തീരുമാനിച്ചു, യൂസുഫ് തൽക്കാലം കുറച്ചു കാലം ജയിലിൽ പോകും, ഇതൊന്ന് അടങ്ങട്ടെ. യൂസുഫ് ജയിലിലാണ് ഇപ്പോൾ ഉള്ളത്. സുലൈഖയുടെ സ്ഥാനവും പരിഗണിക്കപ്പെട്ടു. എന്നാൽ ഇവർക്കിടയിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം കുറ്റവാളിയല്ല താനും. യൂസുഫ് നബിക്ക് ബോധ്യപ്പെട്ടു, ഇവർക്ക് ബോധ്യപ്പെട്ടു. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന് അവരെന്ത് ചെയ്യാണ്? തൽക്കാലം ജയിലിലേക്ക് പറഞ്ഞേക്കണം. അങ്ങനെയാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിലേക്ക് പ്രവേശിക്കുന്നത്. യൂസുഫ് നബിയെ ജയിലിട്ടതെല്ലാവരും മറന്നുപോയി. യൂസുഫ് നബി ജയിലിലാണ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിലേക്ക് കടക്കുന്ന സമയത്ത് യൂസുഫ് നബിയുടെ കൂടെ 2 തടവ് പുള്ളികളെയും ജയിലിലേക്ക് ഇട്ടു. 2 കുറ്റക്കാരെയും യൂസുഫ് നബിയുടെ കൂടെ തന്നെ ജയിലിലേക്ക് പറഞ്ഞയച്ചു. അവർ ചെയ്ത തെറ്റ് മുഫസ്സിറിനെ വിശദീകരിക്കുകയാണ്. രാജാവിനെ കൊല്ലാൻ പ്ലാനിട്ട 2 ആളുകൾ. ഒരാൾ പറഞ്ഞു, നമുക്ക് ഭക്ഷണത്തിൽ വിഷം കലർത്തിയിട്ട് രാജാവിന് കൊടുക്കുക, കാരണം കൊട്ടാരത്തിൽ ഭക്ഷണം പാചകം ചെയ്യുന്ന ആളുകളാണ്. രണ്ടാമത്തെ ആള് വീഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്ന ആളാണ്. ഒരാള് അപ്പം ഹുബ്സ് ഉണ്ടാക്കുന്ന ആള്, രണ്ടാമത് വീഞ്ഞ്. പക്ഷെ വീഞ്ഞൊഴിച്ചു കൊടുക്കുന്ന ആൾക്ക് ഇതിൽ പങ്കില്ല എന്ന് തെളിഞ്ഞിരുന്നു കൊട്ടാരത്തിൽ. രാജാവിന് തെളിഞ്ഞിരുന്നു. പക്ഷെ 2 പേരെയും
കുറ്റവാളിയായിട്ട് പ്രഖ്യാപിച്ച സ്ഥിതിക്ക് തൽക്കാലം ഈ പറഞ്ഞതുപോലെ രണ്ടുപേരെയും ഒരുപോലെ ജയിലിലേക്ക് ഇട്ടു. ആ കൂട്ടത്തിലാണ് ആരുള്ളത്? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമുള്ളത്. ഇപ്പൊ 3 ആളുകൾ ജയിലിനകത്താണ്. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ എന്താണ് ജയിലിൽ നടക്കുന്നത് എന്നുള്ളത് നമുക്ക് സംസാരിക്കണം. ജയിലിൽ നിന്നാണ് യൂസുഫ് നബിക്ക് നബൂവത്ത് പൂർണ്ണമാകുന്നതും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ദഅവത്ത് തുടങ്ങുന്നതും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കഥ പഠിപ്പിക്കുന്നത് രസത്തിനല്ല, നമുക്ക് വലിയ പാഠങ്ങളും വലിയ ചിന്തകളും വലിയ വലിയ നിർദ്ദേശങ്ങളും അല്ലാഹു ഈ കഥയിലൂടെ നൽകുകയാണ്. അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും പഠിക്കാനും അമൽ ചെയ്യാനും നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന പോരായ്മകൾ അതെങ്ങനെ കൈകാര്യം ചെയ്യണം, നാട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതെങ്ങനെ കൈകാര്യം ചെയ്യണം, വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതെങ്ങനെ കൈകാര്യം ചെയ്യണം, ഭാര്യയിലുണ്ടാകുന്ന എന്തെങ്കിലും പോരായ്മകൾ അതെങ്ങനെ കാണണം, അതെങ്ങനെ മക്കൾക്കിടയിൽ കൈകാര്യം ചെയ്യണം. അല്ലെ, മക്കൾക്കിടയിൽ ഭാര്യയെ മോശമാക്കരുത്, അവരുടെ ഉമ്മയാണ്. ചില ഭർത്താക്കന്മാർ അത് ശ്രദ്ധിക്കാറില്ല. മക്കളുടെ മുമ്പിൽ വെച്ച് ഭാര്യമാരെ മോശമാക്കുന്നവർ പാടില്ല. അപ്പൊ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന് അല്ലാഹു പഠിപ്പിക്കുകയാണ് ഓരോ സംഭവത്തിലൂടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനും അമൽ ചെയ്യാനും തൗഫീഖ് നസീബാക്കട്ടെ. أقول قولي هذا وأستغفر الله لي ولكم ولجميع المسلمين والمسلمات واستغفروه إنه هو الغفور الرحيم. السلام عليكم ورحمة الله وبركاته.